الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ويستفتونك في النساء قل الله يفتيكم فيهن وما يتلى عليكم في الكتاب. വയസ്തഫ്തൂനക, അവർ തങ്ങളോട് ഫത്വ തേടും. ഫത്വ എന്ന് പറഞ്ഞാൽ ദീനിയായ വിധിയെ സംബന്ധിച്ച് ചോദിക്കലാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ മറുപടിയല്ല, അത് സ്വാലും ജവാബാണ്. അതായത് അവിടെ നടന്നതെന്താണ്, സംഗതി എന്താണെന്ന് നിജസ്ഥിതി അറിഞ്ഞിട്ടെന്താക്കണം, അതിന് മറുപടി വരണം. അതെ അതെ. വയസ്തഫ്തൂനക യത്ലുബൂന മിൻകൽ ഫത്വ, തങ്ങളെ വക്കൽ നിന്ന് അവർ ഫത്വ തേടും. എന്തിന്? ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ. എന്നുവെച്ചാൽ ഫി ഹഖി തൗരീസിൻ നിസാ, സ്ത്രീകൾക്ക് എങ്ങനെയാണ് അവകാശം കൊടുക്കേണ്ടത്, ഇർസ് കൊടുക്കേണ്ടത് എന്ന വിഷയത്തിൽ. ഇത് സബബ് നുസൂലിഹ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം അന്ന ഉയൈനത്ത് ബിൻ ഹിസൻ എന്നവർ അത്തൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. ഫഖാല അഖ്ബിർനാ അന്നക തുഅതിൽ ലിബ്നതൻ നിസ്ഫ വൽ ഉഖ്തൻ നിസ്ഫ. എന്താ പറഞ്ഞത്? ഒരു മകളാകുന്ന അവസരത്തിൽ പകുതി കൊടുക്കണമെന്നല്ലേ പണ്ടേ പറഞ്ഞത്. വൈൻകാലത്തെ വാഹിദത്തൻ ഫലഹ നിസ്ഫ്, അതുപോലെ ഉഖ്തിന് നിസ്ഫ് കൊടുക്കണം ഇതല്ലേ. അപ്പം മകളും ഉഖ്തും ഏകദേശം എന്തായി? സമമായി. അതെ. വൈന്നമാ കുന്നാ നുവദ്ദിസു മൻ യശ്ഹദുൽ ഖിതാല വയഹൂസുൽ ഗനീമ, യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഗനീമത്ത് ശേഖരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പഴയ കാലത്ത് ഫഖാല അലൈഹിസ്സലാം പറഞ്ഞു, എന്താണ്? കദാലിക ഉമിർത്തു. കദാലിക എന്ന് പറഞ്ഞത് ഇബ്നത്തിന് നിസ്ഫ് കൊടുക്കണമെന്നും ഉഖ്തിന് നിസ്ഫ് കൊടുക്കണമെന്നാണ് എന്നോടുള്ള കൽപ്പന. അപ്പോൾ ജാഹിലിയത്തിൽ അംഗീകരിക്കണമെന്നില്ല. അതാ ഖുൽ, തങ്ങൾ പറയണം, അല്ലാഹു യുഫ്തീകും ഫീഹിന്ന, സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഫത്വ നൽകും. അല്ല യുബയ്യിനു ലക്കും ഹുക്മഹു ഫീ ഹഖിഹിന്ന, സ്ത്രീകളുടെ വിഷയത്തിൽ എന്താകും? അള്ളാഹിൻ്റെ ഹുക്ം എന്താണോ അത് അല്ലാഹു തആല വെളിവാക്കി തരും. ഇനി യുഫ്തി എന്ന് പറയുമ്പോൾ അഫ്താ യുഫ്തി എന്ന് പറയുമ്പോൾ മസ്തറല്ലേ ഇഫ്താ. എന്താ ഇഫ്താ? വൽ ഇഫ്താഉ തബയീനുൽ മുബ്ഹമി വ തൗളീഹുൽ മുഷ്കിൽ, തിരിയാത്ത മസ്അലയെ വെളിവാക്കൽ, അവ്യക്തമായ കാര്യത്തിനെ എന്താ വ്യക്തമാക്കൽ എന്നാണ് ഇതിന് അർത്ഥം ഉണ്ടായാലും ഇഫ്താന്റെ നേരെ വേന. വമാ യുത്ല അലൈക്കും ഫിൽ കിതാബ്, എന്താ ഇഹ്റാബ്? ആതിഫുൻ അല ഇസ്മില്ല, അള്ളാഹുവിൻ്റെ മുള്ള അത്തിഫ്. അള്ളാഹു നേരത്തെ മുബ്തദയാണല്ലോ. ഖുൽ അല്ലാഹു യുഫ്തീക്കും, അത് മുബ്തദ. എന്നുവെച്ചാലോ ഐ യുഫ്തീക്കുമുല്ലാഹു വ കലാമുഹു, അല്ലാഹു തആലയും അവൻ്റെ കലാമുമായിത്തില എന്ന് പറഞ്ഞാൽ ഓതപ്പെടുന്ന കിതാബിൽ ഓതപ്പെടുന്ന ആയാത്തുകൾ നിങ്ങൾക്ക് എന്താക്കും? മസ്അല വെളിവാക്കി തരും. അപ്പോൾ ഫയകൂനുൽ ഇഫ്താഉ മുസനദൻ ഇലല്ലാഹി തആല വ ഇലാ മാ ഫിൽ ഖുർആൻ. അപ്പം അള്ളാഹുവിനെ കൊള്ളയും പിന്നെ ഖുർആനിൽ ഇറക്കപ്പെട്ട കാര്യത്തിലേക്കുമാണ് എന്താക്കുന്നത്? ഈ ഫത്വ വരിക. സനദ് അനൈസ്നാദ്. എന്തിനാണ്? ഖുർആനിൽ മീൻ ഖൗലിഹി തആല യൂസീകുമുല്ലാഹു ഫീ ഔലാദികും പറഞ്ഞില്ലേ, ഇദ് മിസ്ലു ഹൽദിൽ ഉൻസൈനി കൊണ്ടാണല്ലോ മറ്റെല്ലാ 6 ഓഹരികളെ പറ്റി പറഞ്ഞത്. അതാ ഇനി നമ്മുടെ ആയത്തിൻ്റെ വാക്യ ഫീ യതാമൻ നിസാഇ, ഫീ എന്ന് പറഞ്ഞാൽ ഫീ ഷീ ഷൈനി യതാമൻ നിസാഇ, യതീമക്കളായ സ്ത്രീകളുണ്ടല്ലോ അവരുടെ വിഷയത്തിൽ. എങ്ങനെ? അല്ലാത്തി ലാ തുഅതൂനഹുന്ന മാ കുതിബ ലഹുന്ന,
അവരുടെ അവസ്ഥയെ പറയുന്നത്. നിങ്ങളവർക്ക് കൊടുക്കൂല, അവർക്ക് നിർബന്ധമായി അല്ലാഹു തആല നിശ്ചയിച്ച, അതായത് ഫുരിദ ലഹുന്ന മിനൽ മീറാസി വഗൈരിഹി, മീറാസിനാലും ഗൈറിനാലും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കൂല. ജാഹിലിയ്യക്കാലത്ത് അങ്ങനെയല്ല പറഞ്ഞത്. യുദ്ധത്തിന് പോകുന്ന ആൾക്കും ഗനീമത്ത് കിട്ടുന്ന ആൾക്കേ കൊടുക്കുള്ളൂ എന്നല്ല പറഞ്ഞത്. അപ്പൊ പെണ്ണിനെ ഒഴിവാക്കലല്ലേ. പിന്നെ വതർഗബൂന അൻ തൻകിഹൂഹുന്ന, അവരെ നിക്കാഹ് ചെയ്യാൻ നിങ്ങൾ കൊതിക്കുന്നു. ഫീ നിക്കാഹിഹിന്ന, എന്തിന്? ലിജമാലിഹിന്ന വമാലിഹിന്ന, അവരുടെ സൗന്ദര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിന് വേണ്ടിയൊക്കെ കൊതിച്ചിട്ട് എന്താക്കും? നിക്കാഹ് അല്ലേ. അപ്പൊ ഫഇൻ കാനത്തിൽ യതീമത്തു ജമീലതൻ മൂസിറതൻ, ആ യതീമത്തായ പെണ്ണ് നല്ല സമ്പത്തുമുണ്ട്, ജമീലത്തുമാണ്. റഗിബ വലിയുഹാ ഫീ തസവ്വുജിഹാ, വലിയ തന്നെ ആഗ്രഹിക്കും മോളെ കെട്ടണം. ജാഹിലിയ്യത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ വൽ മുസ്തദഅഫീന മിനൽ വിൽദാൻ വഫിൽ മുസ്തദഅഫീന മിനൽ വിൽദാൻ, കുട്ടികളാല് മുസ്തദഅഫീങ്ങളായ ബലഹീനന്മാരായ ആളുകളുടെ വിഷയത്തിലും. അപ്പൊ 10 ആരെല്ലാം വിഷയത്തിലായി? ഒന്ന്, എന്ത് കൊടുക്കും? മീറാസിൽ കൊടുക്കുന്ന വിഷയത്തിൽ സ്ത്രീകൾക്ക്. അതുപോലെ പിന്നേതാ? കുട്ടികളുടെ വിഷയത്തിൽ. ഇപ്പം 3ആയി. അപ്പൊ അത്ഫുൻ അല യതാമൻ നിസാഇന്റെ മോൾ അത്ഫാണ്, മുമ്പ് പറഞ്ഞില്ലേ? ഫീ യതാമൻ നിസാഇ, അതുപോലെ മുസ്തദഅഫീങ്ങളുടെ വിഷയത്തിലും. വൽ അറബു മാ കാനൂ യുവദ്ദിസൂനഹും കമാ ലാ യുവദ്ദിസൂന നിസാഅ. വിൽദാൻ കുട്ടികൾ മുസ്തദഅഫീനുള്ള അമ്മല്ലേ. വിൽദാനും ആകെ പെണ്ണുങ്ങളും ആകെ അടിമകളും ആകെ പലേതും ആകല്ല. മിനൽ വിൽദാൻ ബയാനി. മുസ്തദഅഫ് എന്ന് പറഞ്ഞ വിശാലമായതിൽ നിന്ന് വിൽദാൻ എന്താ കേസ്? പമ്മക്ക് കൊടുക്കാത്തത് പോലെ കുട്ടികൾക്ക് കൊടുക്കില്ല. ഇങ്ങൾക്ക് തന്നെ പൈസ എന്ന് വെച്ചിട്ട് അവിടെ തള്ളു. അതാണ് യുവദ്ദിസൂന വഇന്നമാ യുവദ്ദിസൂന റിജാലൽ ഖവാമീന ബിൽ ഉമൂർ, കാര്യങ്ങൾ നടത്തിപ്പോരുന്ന പുരുഷന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ആരെല്ലാം നിങ്ങൾ യുദ്ധത്തിന് പോകാത്ത കൊടുക്കൂല, അനിയമ്പത്തിട്ട കിട്ടുന്ന ലാഭം കിട്ടുമ്പോഴല്ലേ കൊടുക്കുള്ളൂ. ഇനി മറ്റൊന്ന്, വഫീ അൻ തഖൂമൂ ലിൽ യതാമ ബിൽ ഖിസ്ത്, യതീമക്കൾക്ക് വേണ്ടി എന്താക്കണം? നിങ്ങൾ അവരുടെ അമ്പാലിലും അവരുടെ ഹക്കിലും ഖിസ്തോടുകൂടി, നീതിയോടുകൂടി നിന്നുകൊള്ളണം എന്നും എന്താക്കും? അല്ലാഹു തആല ഫത്വ നൽകുന്നുണ്ട്. വമാ യുത്ല ഫീ ഹഖിഹിം ഖൗലുഹു തആല, അവരുടെ ഹക്കിൽ മാ യുത്ല വേണ്ടേ? അല്ലാഹു തആലയും നിങ്ങൾ കിതാബിലൂടെ ഓതുന്ന കാര്യവും നിങ്ങൾക്ക് ഫത്വ നൽകുന്നല്ലേ പറഞ്ഞത്. അതേതാണ്? ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا എന്നൊക്കെ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. وما تفعلوا من خير, ഖൈറിനാൽ നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അലൽ ഇത്ലാഖ് സവാഉൻ കാന ഫീ ഹുഖൂഖിൽ മദ്കൂരീന ഔ ഗൈരിഹിം, മുമ്പ് പറഞ്ഞ ഈ ബലഹീനന്മാര്, അതുപോലെ സ്ത്രീകള്, അവരൊക്കെ നിസ്സഹായരാണല്ലോ. അവരൊക്കെ വിഷയത്തിൽ എന്ത് ഖൈർ, അപ്പം അലൽ ഇത്ലാഖ്, ഇന്നാക്കുന്നില്ല, ഖൈറായ കാര്യം എന്ത് ചെയ്താലും ഫഇന്നല്ലാഹ കാന ബിഹി അലീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താക്കും? ഫയുജാസിക്കും ബിഹസ്ബിഹി, നിങ്ങൾ ചെയ്ത എന്തുണ്ട് ഖൈർ അതെല്ലാം അനുസരിച്ച് പ്രതിഫലം നൽകും. അപ്പൊ ഇവരെ സാധാരണ സമുദായത്തിൽ തള്ളപ്പെടുന്നത് കൊണ്ടാണ് ഈ 3 കാര്യം ചെയ്തത്. മനസ്സിലായപ്പ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വിഷയത്തിൽ അല്ലാഹുവിനെ അനുസരിക്കൽ ആഖിലിന്റെ കടമയാണ്. വലാ യഅകുല മാലൽ ഗൈർ, ഗൈറിന്റെ മുതല് തിന്നാൻ പാടില്ല. ബൽ യജ്തഹിദു ഫീ അൻ യുൻഫിക മാ ഖുദിറ അലൈഹി അലൽ യതാമ വൽ മസാകീൻ, യതീമക്കളിലും മിസ്കീന്മാരിലും ഇവർക്ക് ആപതാകുന്നത് അവൻ ചെലവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അവരത് അടിച്ചുമാട്ടലല്ല. ഖാല ഹാതമുൻ നസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനിദ്ദഅ സലാസൻ ബിഗൈരി സലാസിൻ ഫഹുവ കദ്ദാബ്. 3 കാര്യം ഒരാൾ ദഅവ ചെയ്യുന്നു, പക്ഷേ 3 കാര്യം ഇവനിലില്ല. അപ്പം എന്താകും? അവൻ പച്ച കളവ പറയുന്നു. എന്താ 3 കാര്യം?
മനിദ്ദഅ ഹുബ്ബൽ ജന്നതി മിൻ ഗൈരി ഇൻഫാഖി മാലിഹി ഫഹുവ കദ്ദാബ്. സ്വർഗത്തിന് ആഗ്രഹിക്കുന്നു എന്ന് ദഅവ, പക്ഷേ പൈസ കൊടുക്കാൻ തയ്യാറില്ല, പൈസ ചെലവാക്കൂല, എന്നാൽ അവനും പെരുങ്കള്ളൻ. വമനിദ്ദഅ മഹബ്ബത്തല്ലാഹി, അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് ഒരാൾ ദഅവ ചെയ്യുന്നു, മിൻ ഗൈരി വറഇൻ അൻ മഹാരിമില്ലാഹി, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് വറയില്ലാതെ കണ്ടാണ് വാദം, എന്നാലോ ഫഹുവ കദ്ദാബുൻ. വമനിദ്ദഅ മഹബ്ബത്തൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ മഹബ്ബത്ത് ഒരാൾ ദഅവ ചെയ്യുന്നു, മിൻ ഗൈരി മഹബ്ബത്തിൽ ഫുഖറാ, ഫുഖറായിനോട് മഹബ്ബത്തില്ല, ഫഹുവ കദ്ദാബുൻ. അപ്പം 3 കാര്യം ദഅവ ചെയ്യുന്നു, 3 കാര്യം അനിയില്ല. ഇനി വഖഫി ഖൗലിഹി തആല, ഇവിടെ എന്താ വമാ തഫ്അലൂ മിൻ ഖൈറിൻ എന്നുള്ളത് മിത്ലാക്കായിട്ട് പറഞ്ഞില്ല. ഖൈറായ കാര്യം എന്തും ആയിക്കോട്ടെ, ആർക്കായിക്കോട്ടെ, അത് ഹസ്തുൻ അലാ ഫിഇലിൽ ഖൈരി വ തർഗീബുൻ, ഖൈർ ചെയ്യാനുള്ള പ്രേരണയാണ്, അതിലേക്ക് ആഗ്രഹം വെപ്പിക്കലുമാണ്. എന്ത് ഖൈർ ചെയ്താലും കൂലി കിട്ടാണ്ടിരിക്കൂല, അത് അള്ളാഹിൻ്റെ നിയത്തേ കൊണ്ടു അള്ളാഹ്ക്ക്. ഇനി നിയത്തിന് ഖാസായ നിയത്തില്ലെങ്കിലും ആമായ നിയത്ത് മതിയല്ല, അതുകൊണ്ട് സാരിഫില്ല ഞാൻ മതിയല്ല, അത് മുമ്പേ കണ്ടില്ലേ, മതക്കേലോദീനില്ല. ഇപ്പോഴെന്താക്കുന്ന റുക്കോയിൽ നിന്ന് തലബന്ധിക്കുന്നു, അല്ല റുക്കോയിൽ ചെയ്യുന്ന റുക്കോയിൽ തലബന്ധിക്കും, അവിടെ നിയത്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ തക്ബീറിൽ പെട്ടു. പക്ഷേ ആ കുനിയുന്നതോ മടങ്ങുന്നതോ ഖൈറിന് വേണ്ടി ആയാൽ പറ്റില്ലല്ലോ. ഇപ്പം സുജൂദ് ചെയ്തിട്ട് ഉറുമ്പ് കണ്ണിക്ക് കയറും എന്നിട്ട് പെടനെ തലബന്ധിച്ച് എന്നാ എന്താവില്ല, ആവില്ലല്ല. അപ്പം മറ്റുള്ള അതിനെ ഖൈർ കരുതാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇപ്പം തിലാവത്തിൻ്റെ സുജൂദിന് പോകാൻ പോകുമ്പോൾ ഇടത്തിയപ്പോൾ എന്താ ഇപ്പോട്ട് ചെയ്യുന്നില്ല, റുക്കുവാക്കിയൊക്കെ വെച്ചാൽ പറ്റൂലല്ലോ. وحكي أن امرأة جاءت إلى حانوت سيدنا أبي حنيفة رضي الله عنه കടയിലേക്ക് ആര് വന്ന്, ഒരു പെണ്ണുങ്ങൾ വന്നു. തുരീദു ഷിറാഅ സൗബിൻ, ഒരു വസ്ത്രം വാങ്ങലാണ് ആരുടെ ഉദ്ദേശം, പെണ്ണുങ്ങളുടെ ഉദ്ദേശം. فأخرج أبو حنيفة رضي الله عنه ثوبا جديدا, അബൂ ഹനീഫ തങ്ങൾ പുതിയ വസ്ത്രം കാണിച്ചു. ഖീമത്തു 400 ദിർഹം, 400 ദിർഹമാണ് അതിൻ്റെ പൈസ, മനസ്സിലാകുന്നുണ്ടാ. ഫഖാലത്തിൽ മർഅത്തു, പെണ്ണുങ്ങൾ പറഞ്ഞു, ഇന്നിംറഅത്തുൻ ദഈഫത്തുൻ വലി ബിൻതുൻ ഉരീദു തസ്ലീമഹ ഇലാ സൗജിഹാ, അതുകൊണ്ട് ഫബിഅനി ഹാദ സൗബ ബിമാ യഖൂമു അലൈക്, എന്നു പറഞ്ഞ് ഞാൻ ദഈഫത്ത, ഒരു പെണ്ണുങ്ങളാണ്, എനിക്കൊരു മോളുണ്ട്, ആ മോളെ ഭർത്താവിനോട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചതാണ്, അതുകൊണ്ട് ഫബിഅനി ഹാദ സൗബ ബിമാ യഖൂമു അലൈക്, നിങ്ങൾക്ക് ആവതാകുന്ന പൈസക്ക്, അതായത് 400 കുറച്ച് വില കൂടിപ്പോയി എന്നർത്ഥം, ഡിസ്കൗണ്ട്. ഫഖാല അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുദിഹി ബിഅർബഅത്തി ദറാഹിം, എന്നാൽ പിന്നെ എന്തെന്ന്, ഈ 4 ദിർഹം വന്നാൽ 100-ൽ 1 4 തന്നാൽ മതി. ഫഖാലത്തിൽ മർഅത്ത് പറഞ്ഞെന്താ, ലിമ തസ്റുബി, എന്നെ കളിയാക്കിയ എന്താ ഇത്രയും കുറച്ചപ്പോൾ. ഫഖാല അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു മഅദല്ലാഹ് അൻ അകൂന മിനസ് സാഖിരീൻ, കളിയാക്കുന്ന ആളെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകലിനെ തൊട്ടിട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടും, ഞാൻ അങ്ങനെയല്ല. വലാകിന്നി കുന്തു ഇഷ്തറൈതു സൗബൈനി, ഞാൻ 2 വസ്ത്രം വാങ്ങിയിരുന്നു. ഫബിഅതു അഹദഹുമാ ബിറഅസിൽ മാൽ, ഒന്നെന്താക്കി റഅസുൽ മാലിൽ വിറ്റ്, എന്ന് വെച്ചാൽ മുതലിട്ട പൈസക്ക് വിറ്റ്, ഇല്ല 4 ദറാഹിം ഒഴികെ. അപ്പോൾ ബഖിയ ഹാദ അലയ്യ ബി 4 ദറാഹിം, അപ്പം എന്താക്കും, ഈ 4 കൂടെ കിട്ടിയാൽ മുഴുവനായില്ലേ. ഫഅഖദത്തിൽ മർഅത്തു സൗബ ബി 4 ദറാഹിം, അപ്പം എന്താ, പെണ്ണുങ്ങൾ 4 ദിർഹമിന് ആ വസ്ത്രം വാങ്ങി. വറജഅത് മുസ്തബ്ശിറതൻ ഫരിഹതൻ, വളരെ സന്തോഷിച്ചു കൊണ്ടുപോയി. അതായത് അബൂ ഹനീഫ ഇമാമിൻ്റെ ആ ജൂദും സഖാവുമാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. അതിന് മാത്രമുള്ള ആളാണല്ലോ, നമ്മൾ പണ്ട് ചരിത്രോതിയില്ലേ. വഅലം അന്ന നഫ്സ ബിമസാബത്തിൽ മർഅത്തി ലിസൗജി റൂഹി, കണ്ടാ, റൂഹിൻ്റെ റൂഹാകുന്ന സൗജ്, മർഅത്ത് ആരെ സ്ഥാനത്താണ്, പെണ്ണുങ്ങളെ സ്ഥാനത്താണ്. ഇവിടെ സൗജിൻ്റെ സ്ഥാനത്ത് ആരെ വെച്ച്, റൂഹിനെ വെച്ച്. ഫകമാ ഔജബല്ലാഹു അലർ റിജാലി മിനൽ ഹുഖൂഖി ലിന്നിസായി,
പെണ്ണുങ്ങന്മാർക്ക് കൊടുക്കുവാനുള്ള ഹക്ക് പുരുഷന്മാരുടെ പേരിൽ അല്ലാഹു തആല വാജിബാക്കി അല്ലേ? എന്നതുപോലെ ഫകദാലിക ഔജബ അലൽ അബ്ദിൽ ഹുഖൂഖ ലിന്നഫ്സി, നഫ്സിൻ്റെ കൊടുക്കുവാനുള്ള, നഫ്സിൻ്റെ ഭാര്യൻ്റെ സ്ഥാനത്തുള്ളത്, മറത്തിൻ്റെ സ്ഥാനത്ത് നഫ്സിൻ്റെ കൊടുക്കുവാനുള്ള ഹക്കാര പേരിലുണ്ട്, റൂഹിൻ്റെ മേലിലുണ്ട്. കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ലി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഹീന ജാഹദ നഫ്സഹു ബില്ലൈലി ബിൽ ഖിയാം വബിന്നഹാരി ബിസ്സിയാം, രാത്രി നമസ്കരിച്ചുകൊണ്ടും പകല് നോമ്പ് നോറ്റുകൊണ്ടെന്താക്കി നഫ്സിനോട് മുജാഹദ ചെയ്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ. റിയാദുസ് സാലിഹീൻ നീണ്ട ഹദീസുണ്ടല്ലോ. ഇന്ന ലി നഫ്സിക അലൈക ഹഖ, ഖാല അലൈഹിസ്സലാമിൻ്റെ മഖൂലാണ് ഇത്. ഇന്ന ലി നഫ്സിക അലൈക ഹഖ, നിന്റെ നഫ്സിന് ചില ഹക്ക് കൊടുക്കാനുണ്ട്. അതാണ് ഉറക്കവും ഭക്ഷണവും അത്യാവശ്യ കാര്യങ്ങൾ. അതുകൊണ്ട് ഫസും വ അഫ്തിർ, നീ നോമ്പ് നോറ്റോ നോമ്പ് മുറിച്ചോ എന്ന് വെച്ചാൽ ഒരു ഇടപെട്ടിട്ടോ. പിന്നെ വനം അല്ല വക്കും വനം, നിസ്കരിക്കുകയും വേണം ഉറങ്ങുകയും വേണം. അപ്പോൾ വര്യാദത്തു ഷദീദത്തു, അത് കടുപ്പമേറിയ റിയാദ, അത് ഹദീസല്ലേ, കടുപ്പമേറിയ റിയാദ തക്കത്തവ അനിശ്ചയി, പിന്നെ ശരീരം മുടക്കലുണ്ടായത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ലാസ്റ്റ് മൂപ്പർ വയസ്സായപ്പം പറഞ്ഞില്ലേ, നബി തങ്ങൾ എന്നോട് കുറേ ഉസ്ത പറഞ്ഞു, അത് സ്വീകരിച്ചെങ്കിൽ ഇപ്പം ഒന്നും ആകുന്നില്ല. ഖാല അലൈഹിസ്സലാം ഇന്ന ഹാദദ്ദീന മതീനുൻ, ഈ ദീനെ കുറിച്ച് കടുപ്പമുള്ളതാണെന്ന്, എന്തമൽ ചെയ്താലും പിന്നെ അമൽ ബാക്കിയല്ലേ. അതുകൊണ്ട് ഫഅഖിൽ ഫീഹി ബിരിഫ്ഖിൻ, നല്ല മയത്തോടു കൂടി ആയിരിക്കണം അതിൽ പ്രവേശിക്കേണ്ടത്. എന്താ യുരീദു ലാ തുഹമ്മിലു അലാ അൻഫുസിക്കും, നിങ്ങൾ നഫ്സിൻ്റെ മേൽ നിങ്ങൾ ചുമത്താൻ പാടില്ല. വലാ തുകല്ലിഫുഹാ മാ ലാ തുതീഖു, അതിനാവതാവാത്ത എന്താക്കാൻ പാടില്ല, തക്ലീഫാക്കാൻ പാടില്ല. അപ്പം ഫതാജിസ്, നീ അജുസായി മാറും. ഫതതുറുഖുദ്ദീന വൽ അമൽ, പിന്നെ ദീനും ഉണ്ടാവില്ല അമലും ഉണ്ടാവില്ല, എല്ലാം മുടങ്ങും. ചുരുക്കത്തിൽ നന്ന തീവ്രത വെച്ചൂല. നന്ന തീവ്രത കാലം എന്താക്കുന്നത്, പഴയ കാലത്ത് 8 ദിവസം കൂടുമ്പോൾ താക്കോൽ കൊടുക്കുന്ന ക്ലോക്കുണ്ട്, എന്നിട്ടിങ്ങനെ മുറുക്കിയിട്ട് നാട്ടി വിട്ടാൽ എന്താവും, ഒരാഴ്ച നടക്കും. അടുത്ത ആഴ്ച താക്കോൽ കൊടുത്താൽ മതി. അത് 2 ആഴ്ച ഒന്നിച്ച് നടക്കട്ടെ എന്ന് ട്രൂട്ടാക്കി നല്ലോണം ടൈറ്റാക്കി അട്ടായി എന്നൊരു ഒച്ചയല്ല, പിന്നെയുള്ള നടത്തം ഉണ്ടാവില്ല. അടച്ചുക്കണം. وكان النبي صلى الله عليه وسلم يتوسط في إعطاء نفسه حقها, നഫ്സിന് അതിൻ്റെ ഹക്ക് കൊടുക്കുന്ന വിഷയത്തിൽ മധ്യനില സ്വീകരിക്കും തന്നെ. തീരെ കൊടുക്കാണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടിലാക്കൂല, കിട്ടുന്നെല്ലാം കൊടുക്കുകയും ചെയ്യില്ല. മനസ്സിലായില്ല? അപ്പം ഏത്താ എന്നുള്ള മസ്തറാണ് നഫ്സിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1-ാം മഫ്ഊലാണ്. ഇതാപ്പറ്റ ഹക്കഹ എന്ന് പറഞ്ഞാൽ 2-ാം മഫ്ഊൽ. ആയത്താക്ക് 2 പോണം. വയഅദിലു ഫീഹാ ഗായത്തുൽ അദിൽ, അങ്ങേയറ്റ നീതി പുലർത്തും തങ്ങൾ. ഫയസൂമു വയഫ്തിറു, നോമ്പ് നോക്കും നോമ്പ് മുറിക്കുകയും ചെയ്യും. വയഖൂമു വയനാമു, നിന്ന് നമസ്കരിക്കും ഉറങ്ങും. വയൻകിഹു നിസാനെ നിക്കാഹ് ചെയ്യും. വയഅകുലു ഫീ ബഅദിൽ അഹ്യാനി മാ യജിദു, ചില അവസരത്തിൽ എന്താണോ കിട്ടുന്നത് അത് കഴിക്കും. കൽ ഹൽവ, ചിലപ്പോൾ മധുരപദാർത്ഥങ്ങളായിരിക്കും. വൽ അസൽ, തേനാകാം. വദ്ദജാജ്, കോഴിയാകാം. വതാറത്തൻ യജൂ, അപ്പം അത് ഹക്ക് കൊടുക്കുന്നതായി. ചില അവസരത്തിൽ എന്താക്കും, വിശക്കും. ഹത്താ യശുദ്ദൽ ഹജർ അലാ ബത്നിഹി മിനൽ ജൂ, ശരീരത്തിൽ ബത്നിൽ എന്താക്കും, കല്ല് കെട്ടുന്നത് വരെ. യൗമൻ, അതുകൊണ്ട് ഫജാ അയ്യുഹൽ ഗാഫിലു തനബ്ബഹ്, ഗഫലത്തിൽ കഴിയുന്ന മനുഷ്യ നീയെന്ന് ഉണരണം. ലീ റഹീലിക വമസ്റാക, നിനക്കിവിടുന്ന് പോകേണ്ട ഒരു യാത്രയുണ്ട്, ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. വഹദർ അൻ തകൂന അബ്ദൻ ലിഹവാക, നിന്റെ തടിഹവാക്ക് നീ അബ്ദാകാൻ പാടില്ല, നീ സൂക്ഷിക്കണം. ഇൻതഖൽ ഇല സ്വലാഹ് ഖബല അൻ തുൻഖൽ, നിന്നെ ഇവിടുന്ന് നീക്കിക്കൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്താക്കണം, സലാഹിലേക്ക് നീ സ്വയം നീങ്ങണം. മറ്റേത് ഇൽത്തിറാദിയാണ്, ഇപ്പം ഇഖ്തിയാരിയായിട്ട്. പിന്നെ വഹാസിബ് നഫ്സക അലാ മാ തഖൂലു വതഫ്അലു, നീ ചെയ്യുന്ന കാര്യത്തിലാവട്ടെ പറയുന്ന കാര്യത്തിലാവട്ടെ നീ മുഹാസബ ചെയ്യണം. ഇത് പറയണോ പറയണ്ടേ എന്താണെന്നുണ്ട്.
فإن الله سبحانه وتعالى بكل شيء عليم. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെ കൊണ്ടും അറിയുന്നവനാണ്. വബികുല്ലി ഷൈഇൻ മുഹീത്ത്. അല്ലാഹു തആല കൊണ്ട് മുഹീത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാക്കറ്റ് ചെയ്യും പോലെ പൊതിയെന്നല്ല അർത്ഥം. അള്ളാഹുവിൻ്റെ സിഫാത്തിൻ്റെ തഅല്ലുഖ് ഇല്ലാത്ത രംഗമില്ല. അതാണ് ഫഇയ്യാക മിനൽ ഇഫ്റാത്തി വത്തഫ്രീത്ത്. ഇഫ്റാത്തും പറ്റൂല, തഫ്രീത്തും പറ്റൂല. അത് സൂക്ഷിച്ചോണം. ഇഫ്റാത്ത് അറിയാല്ല, എന്താണ് ആവശ്യമുള്ള കാര്യം കുറച്ച് ഏറിപ്പോയി. തഫ്രീത്ത് ഏതാണ്? ഉള്ളത് കൊടുക്കുകയും ചെയ്യില്ല. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക. ഏതായിരിക്കും തഫ്രീത്ത്? കൈ ഇങ്ങനെ പിടിക്കുന്നു, കൊടുക്കൂല. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്. എന്താണ് ഇഫ്റാത്ത്? ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു പ്രശ്നം എന്താ? وَإِنِ امْرَأَةٌ خَافَتْ مِنْ بَعْلِهَا نُشُوزًا أَوْ إِعْرَاضًا فَلَا جُنَاحَ عَلَيْهِمَا أَنْ يُصْلِحَا. فَلَا جُنَاحَ عَلَيْهِمَا എന്നോട് വഖഫ് ഇഖ്തിയാരിയ വഖഫ് പറ്റൂല. എന്താ കേസ്? ലാ ജുനാഹ എന്നുള്ളത് ഇവരുടെ തർക്കമുണ്ടാക്കൽ തെറ്റില്ല എന്നല്ല. അൻ യുസ്ലിഹ ബൈനഹുമാ, രണ്ടാളിടയിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചക്ക് നിൽക്കുക. എന്ത് കാരണത്താലാണോ അവിടെ പ്രശ്നം ഉണ്ടായത്, എന്താക്കുക, സുൽഹുണ്ടാക്കലാണ് ഇവിടെ ചെയ്യേണ്ടത്. അതാ ഒരു പെണ്ണെന്താക്കി? ഖാഫത്ത്, പേടിച്ച്, മിൻ ബഅലിഹ, ഭർത്താവിൻ്റെ വക്കൽ നിന്ന്. എങ്ങനെ? ഇൻ ഖാഫത്ത് ഇംറഅത്തുൻ. അതിനാ കാണിക്കുന്നത് ഇന്ന് കിടക്കൽ ഖാഫയിലാണ്, ഇമ്രാത്തിലല്ല. വൈൻ ഖാഫത്ത് ഇംറഅത്തുൻ, ഇന്ന് എന്നുള്ള അക്ഷരം കടക്കൽ ഫിഇലിലാണ്. മിൻ ബാലിഹ, അതായത് ഒരു പെണ്ണ് പേടിച്ച് വതവഖഅത്ത് മിൻ സൗജിഹ, സൗജിൻ്റെ വക്കൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുമെന്ന് നുഷൂസൻ. നുഷൂസ് എന്ന് പറഞ്ഞാൽ അയാളെ എന്നെ ചാടിയിട്ട് പോയി കളിയും. ഐ തജാഫിയൻ അൻഹ, അവളെ തൊട്ട് ഒരു അകൽച്ചയും. വതറഫഅ മിൻ സുഹബത്തിഹ, അവളെ സുഹബത്തിനെ തൊട്ട് അയാളെന്താക്കും? ഒരു ഉയർന്ന ആളാകല്. കറാഹത്തല്ലഹ മിനൻ നശ്രി, അതാ കറാഹത്തല്ലഹ, ആ പെണ്ണിനോട് വെറുത്തിട്ട്. എന്തിന്? മിനൻ നശ്രി തന്നെ നുഷൂസ് പിടിച്ച മസ്തറായി പറഞ്ഞു വരുന്നു. എന്നല്ലാണ് കറാഹത്ത മിനൻ നശ്രി അല്ല. അന്നുഷൂസ് എന്നുള്ളത് നശസ. നശസ എന്ന് പറഞ്ഞാൽ മറത്തഫഅ മിനൽ അർള്, ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്ഥലത്തിനാണ് എന്താ പറയുക നശസ്. അതിൽ നിന്നാണ് നുഷൂസ്. അപ്പോൾ പെണ്ണിനെന്താക്കും? അവഗണിച്ചിട്ട് ഇയാള് അപ്പം കഴിയുന്നത്ര അയാൾ പോകാൻ ഇടവരാത്ത രീതിയിൽ അയാളെ പിടിച്ചു നിർത്താൻ നോക്കണം. മനസ്സിലായപ്പോൾ? അപ്പം കറാഹത്തല്ലഹ എന്നുള്ളത് തറഫഅ മിൻ സുഹബത്തിഹ കറാഹത്തല്ലഹ. അയാളുടെ കോമ കിട്ടപ്പോൾ ഇങ്ങോട്ടാൻ തോന്നിപ്പോകും. ഔ ഇഅറാദൻ, അല്ലെങ്കിൽ ഇഅറാദിനെ പേടിച്ച്. ഇഅറാദ് എന്ന് വെച്ചാൽ അയ്യു കല്ലിന മുജാലസതഹ വ മുഹാദസതഹ, അവളോട് ഒന്നിച്ചിരിക്കാനോ അവളോട് കൂടി സംസാരിക്കാനോ ഇയാൾ എന്താക്കുന്നില്ല, ഒരുങ്ങാതെ കണ്ട്. ഇഅറാദ് വദാലിക ബഅദുൽ അസ്ബാബ്, എന്തെങ്കിലും കാരണത്തിൻ്റെ പിന്നിലുണ്ടാകും. എന്താ? മിൻ തഅനിൻ ഫീ സിന്നിൻ, ഒന്നിക്ക് പ്രായാധിക്യമാവാം. അത് ദമാമത്തിൻ, അല്ലെങ്കിലോ മറ്റേ സൗന്ദര്യക്കുറവാകാം. ആ തൊമോഹി അയിനില ഹുറാല, വേറെ പെണ്ണിനെ കൊതിച്ചിട്ടാവാം. അവ കഴിഞ്ഞാൽ ഇങ്ങനെ പലത് കൊണ്ടുണ്ടാവാം. റോവിയ അന്നല്ലായത്തെ നസരത്ത് ഫി ഖുവൈലത ഇബ്നത്തി മുഹമ്മദ് ഇബ്നു മസ്ലമ, തങ്ങളുടെ മകളായ ഖുവൈലത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. സൗജാരാണ്. സൗജഹ സഅദ് ഇബ്നു റബീഅ ആണ് ആര് സൗജ്. തസവ്വജഹ വഹിയ ശാബത്തുൻ, യുവതിയായ കാലത്ത് അവർ വിവാഹം ചെയ്തു. ഫലമ്മ അലാഹൽ കിബറു തസവ്വജ ശാബത്തൻ, അങ്ങനെ എന്താക്കിയ പെണ്ണുങ്ങൾക്ക് വയസ്സ് മൂത്തപ്പോൾ വേറെ ഒരു ശാബത്തിനെ കിട്ടി. വആസറഹ അലൈഹ, ആദ്യത്തെ പെണ്ണിനെന്താക്കി? അവഗണിച്ച്. സാധാരണ സ്വഭാവം തന്നെയല്ലേ. വജഫാഹ, അങ്ങനെ അകന്നു. ഫഅതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പെണ്ണുങ്ങൾ പരാതി പറഞ്ഞു. വസ്തകത് ഫനസലത്, അന്നിലാണ് ഈ ആയത്തിറങ്ങിയത്. ഫനസലത്ത് ഫലാ ജുനാഹ എന്നല്ലേ, ഫനസല ഈ ആയത്തിറങ്ങി. ഇപ്പോഴെന്താ പറയുന്നത്? ഫലാ ജുനാഹ അലൈഹിമ, രണ്ടാക്കും തെറ്റില്ല എന്ന് അവിടെ വഖഫ് ചെയ്താൽ ഇപ്പം എന്താവും? ആ പണങ്ങൾ വളരെ ശരിയായ കാര്യമൊന്നുമല്ലേ വന്ന്, അതല്ല. ഫലാ ജുനാഹ അലൈഹിമ അൻ യുസ്ലിഹ, അവർ രണ്ടാളും സുൽഹാബലി
ബൈനഹുമ രണ്ടാടെ സുൽഹൻ. അപ്പൊ സുൽഹൻ എന്താ? മഫ്ഉൽ മുത്ലഖ്. ഇതിന്റെ അസ്ലഹ യുസ്ലിഹുന മഫ്ഉൽ മുത്ലഖ്. സുൽഹൻ മഫ്ഉൽ മുത്ലഖിന് എന്തായാലും മതിയെന്ന് അല്ല, ഒരു പഠിക്കണ്ടായാലും മതിയില്ലേ. അതായത് ഫീ അൻ യുസ്ലിഹ ബൈനഹുമ ഇസ്ലാഹൻ. അതെന്താക്കി? അസ്ലഹാന്റെ നേരെ മഫ്ഉൽ മുത്ലഖ് തന്നെ എടുത്തു വെച്ചു, ഇസ്ലാഹൻ എന്ന് പറഞ്ഞു. അതെങ്ങനെ? ബി അൻ തഹുത്ത ലഹുൽ മഹ്റ ഔ ബഅലഹു. മഹറിന് എന്താക്കും? ഈ പെണ്ണ് കുറച്ചു കൊടുക്കുക. തഹുത്താന്ന് പെണ്ണിന്റെ അവകാശമല്ലേ മഹർ. ലഹു എന്ന് പറഞ്ഞാൽ ആർക്ക്? ഭർത്താവിന്. അപ്പം നിങ്ങൾക്ക് മഹറിന് കുറച്ച് കൊടുക്കുന്നു. അവിൽ കസ്മ, അല്ലെങ്കിൽ കസ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പം വരണമെന്നില്ല, ഇടക്കിടക്കെല്ലാം വന്നാൽ മതി എന്ന് പറയുന്നത് അല്ല. അത് പെണ്ണെന്താക്കും? തിരിച്ചു കൊടുക്കല്ലേ. കമാ ഫഅലത്ത് സൗദാ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തത്. വക്കാനത്ത് കബീറത്തൻ മുസിന്നത്തൻ. വയസ്സുള്ള പരാധിക്യമുള്ള പെണ്ണുങ്ങളായിരുന്നു ആര്? സൗദാ ബീബി റളിയല്ലാഹു അൻഹ. വദാലിക അന്ന ഉമ്മൽ മുഅ്മിനീന സൗദാ ബിൻത് ഇബ്നത്ത് സംഅ ഇൽതമത് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വക്കൽ നിന്ന് ആവശ്യപ്പെട്ടെന്താ? ഹീന അറാദ അലൈഹിസ്സലാം അൻ യുതല്ലിഖഹ. തലാക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് തങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ അയ്യുംസിക്കഹ. അയ്യുംസിക്കതിൻ്റെ ബാക്കി ഇൽത്തമസത്ത്. ഇപ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ടപ്പ ഓറം ചാലം കൊടുത്തവർക്ക് കേട്ടോ അടാരല്ലേ അത് സാധിക്കാം. അപ്പോൾ ഇവനെടുത്തോ ചമ്മാസ് വരാൻ എന്നിട്ട് പോയല്ലേ. എനിക്ക് ദുഞ്ഞാവോട് തലിക്ക് പോയാ ഇൽത്തമസത്ത്. തലാഖ് ചെല്ലാൻ ഉദ്ദേശിച്ചപ്പോൾ ഇൽത്തമസത്ത് അഞ്ഞുംസിക്കഹ, ഇംസാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് വതജഅല നൗബതഹ ലി ആയിഷ. എനിക്ക് തരുന്ന നൗബത്ത് ആയിഷ കൊടുത്തിരുന്നു. എന്തുകൊണ്ട്? ലിമാ അറഫത്ത് മക്കാന ആയിഷ മിൻ ഖൽബിഹി. അന്ത ആയിഷ ബീബിനെ തിരഞ്ഞെടുക്കാൻ കാരണം ആയിഷ ബീബിന്റെ പദവി തങ്ങൾ കൽബിൽ എത്രത്തോളുണ്ട് എന്ന് നേരത്തെ സൗദാക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ എന്ന് രോഗിയായ അവസരത്തിൽ അവിടെ വെച്ച് പരിപാലിക്കണം. അതെ. ഫഅജാസഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സമ്മതിക്കുകയും വലം യുതല്ലിഖഹ. വകാന അലൈഹിസ്സലാം ബഅദ ഹാദ സുൽഹി. ഈ സുൽഹിന് ശേഷം തങ്ങളായിരുന്നു യഖ്സിമു ലി ആയിഷ യൗമഹ വ യൗമ സൗദ. ആയിഷ ബീബിന്റെ ദിവസം ബെറിയും കൊടുക്കും, സൗദാന്റെ ദിവസം അതും കൊടുക്കും. ഖാലൽ ഹദ്ദാദി മിസ്ലു ഹാദാ സുൽഹി ലാ യഖഉ ലാസിമൻ. ഇത്തരത്തിലുള്ള സുൽഹ് ലാസിമൊന്നുമല്ല, നിർബന്ധമായൊരു കടമയല്ല. അവിടെ ലാ ജുനാഹ എന്നല്ല ഇബാറത്ത്. لأنها إذا عبت بعد ذلك إلا المقاسمة على السواء كان لها ذلك. അതുകൊണ്ട് ബയ്യ പറയുന്ന മുഖാസമത്തെ പറ്റുമെന്ന് പെണ്ണിനെന്താക്ക തിരുത്തി പറയുകയും ചെയ്യാം. അത് മാറ്റി നോക്കാം. കാന ലഹാ ദാലിക്. അത് അവകാശമുണ്ട്. മുഖാസമത്ത് അറിയില്ല, ദിവസമൊക്കെ. എന്നിട്ട് പറയുന്നു, അള്ളാഹ് പ്രേരിപ്പിക്കുന്നു വസ്സുൽഹു ഖൈർ. സുൽഹ് വളരെ ഖൈറാണ്. കാരണം മനുഷ്യൻ്റെ ഒരു അവകാശമുള്ളത് കൊണ്ട് ആ രീതിയിലേ ഗുണം കൊണ്ടുപോകുന്നുള്ളൂ. അല്ല അൽ ബാഖി ബൈന ഖൈർ എന്ന് വെച്ചാലോ മിനൽ ഫുർഖത്തി. രണ്ടാളും പിരിയുന്നതിനേക്കാണ് ഖൈർ അല്ലേ. അല്ലെങ്കിലോ ഔ മീൻ സൂൽ ഇഷ്റ, അല്ലെങ്കിൽ ഇഷ്റത്ത്, ഈ പെരുമാറ്റം മോശമാക്കിക്കൊണ്ട് കഴിഞ്ഞു കൊടുത്തതിനേക്കാണ്. ഔ മിനൽ ഖുസൂമത്തി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കേസ് കൊടുത്തതിനേക്കാണ്. എല്ലാം ഖൈർ. അപ്പം 2-3 ചാൻസുകളുണ്ട്. ഒന്ന് സുൽഹ്, മറ്റൊന്ന് പിരിയല്, മറ്റൊന്ന് ഇങ്ങനെ സൂൽ മുആശറത്ത്, മറ്റൊന്ന് ഖുസൂമത്ത്. മറ്റേ 3 സുൽഹാണ് ഏറ്റവും ഖൈർ. قال الإمام السيوطي رضي الله عنه في حسن المحاضرة في أحوال مصر والقاهرة എന്ന കിതാബിൽ പറയുന്നു, ഇൻ ശിഅത അൻ തസീറ മിനൽ അബ്ദാൽ. നീ അബ്ദാലിങ്ങളിൽ പെടാൻ വേണ്ടി നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് ഔലിയാക്കളെ ഒരു പദവിയാണ്. ഫഹവ്വിൽ ഖുലുഖക ഇലാ ബഅദി ഖുലുഖിൽ അത്ഫാൽ. എന്തുണ്ട്? നിന്റെ ഖുലുഖിനെ എന്താക്കണം? കുട്ടികളുടെ സ്വഭാവത്തിൽ ചിലതിലേക്ക് മറിക്കണം. നീ പുരുഷനാന്ന് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് നിന്നാൽ പറ്റൂല. കുട്ടികളുടെ സ്വഭാവത്തിലേക്ക്. എന്തുകൊണ്ട്? ഫഫീഹിം ഖംസു ഖിസാലിൻ. കുട്ടികളിൽ 5 കാര്യമുണ്ട്. ലൗ കാനത്ത് ഫിൽ കിബാരി ലക്കാനു അബ്ദാലൻ. അവർ ആ സംഭവം ഉണ്ടല്ലോ 5 എണ്ണം.
പ്രായാധിക്യമുള്ളവരുണ്ടെങ്കിൽ അവർ അബദാലികളാകുമായിരുന്നു. ഒന്നെന്താണ് റിസ്ക്കിന് വേണ്ടി അമ്മ വെക്കൂല, കിട്ടുമ്പോൾ തിന്നു, അങ്ങനെ ഒന്നും ചിന്തിക്കൂല. വലാ യശ്കൂന മിൻ ഖാലിഖിഹിം ലാ മരിദു, രോഗം വന്നാൽ ഖാലിഖായ അള്ളാഹിനെ പറ്റി പരാതി പറയൂല. അള്ളാഹ് ഇങ്ങനെയാക്കി, അള്ളാഹ് ഇങ്ങനെയാക്കിന്ന്. വയക്കുലൂന തഅമ മുജ്തമിഈന, ഭക്ഷണം കിട്ടിയാൽ ഒന്നിച്ചാണ് തിന്നുക, മുജ്തമിഈങ്ങളായിട്ട് അപ്പനാക്കൂല. വൈൻ ഖാഫൂ ജറത്ത് ഉയൂനുഹും, അവർക്ക് പേടി വന്നാൽ കണ്ണുനീരൊഴുകും. വൈദാ തഖാസമൂ തസാറൂ ഇല സുൽഹി, പിണങ്ങിയാലോ സുൽഹിലേക്ക് വേഗം എടുക്കും. ഈ അഞ്ചെണ്ണത്തിലേക്ക് നീ എന്താക്കണം അറിയണമെന്ന്. എന്നിട്ട് പറയുന്നത്, മനുഷ്യന്റെ നഫ്സിന് ഒരു ദുസ്വഭാവമുണ്ട്, ശുഹ്. അത് കാക്കപ്പെട്ടാൽ അയാൾ മുഫ്ലിഹായി എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു. എന്താണ്? വഉഹ്ളിറത്തിൽ അൻഫുസു ശുഹ. ഉഹ്ളിറാന്റെ ഇതൊന്ന് നായിബ് ഫായിലാക്കിയിട്ട് അൻഫുസു, ശുഹന്റെ മഫ്ഊല് എന്താണ്? ജുഇലത്ത് ഹാദിറത്തൻ ലഹു മത്ബൂഅത്തൻ അലൈഹി, ശുഹിന്റെ മേലെ അവനെന്താക്കിയിട്ടുണ്ട്? മനുഷ്യന്റെ നഫ്സിനെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ശുഹ് ലുബ്ധത. അപ്പൊ എന്തുണ്ടാകുന്നറിയോ? പെണ്ണ് മഹർ കുറച്ചു കൊടുക്കാൻ തയ്യാറുണ്ടാവൂല, അവിടെ വാശി പിടിക്കും. അല്ലെങ്കിൽ ഇവളെന്ത് മറ്റെന്തൊക്കെ ഒരു സുൽഹ് സ്വീകരിക്കാൻ തയ്യാറുണ്ടാവൂല. അങ്ങനെ ഒരു പിടിവാശി. ലാ തൻഫക്കു അൻഹു അബദാ, ആ നഫ്സ് എന്താവൂല? ഈ ശുഹിനെ തൊട്ടിട്ട് ഒഴിയൂല. അപ്പൊ ഫലൽ മർഅതു തസ്മഹു ബിഹുഖൂഖിഹാ, മർഅത്ത് എന്താക്കൂല? അവളെ ഹക്ക് വിട്ടുകൊടുക്കൂല. വലർ റജുലു യജൂദു ബിഹുസ്നിൽ മുആശറതി, നല്ല മുആശറത്ത് കൊണ്ട് അയാൾ ധർമ്മം ചെയ്യൂല. ആര്? ആണ്. ഇതോടെ മഅദമാമതിഹാ ബികിബിരി സിന്നിഹാ, അവൾക്ക് സൗന്ദര്യമില്ലെങ്കിലും അതുപോലെ തന്നെ വയസ്സേറിയാലും. രണ്ടാൾക്കും ഒരു തരം പിടിവാശിയുണ്ട്. അതിനോണ്ടാണ് അല്ലാഹു തആല ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വഅസ്ലുൽ കലാമി അഹ്ളറല്ലാഹുൽ അൻഫുസ ശുഹ എന്നാണ്ടായത്. അതിനെ മഅറൂഫാക്കി പ്രയോഗിച്ചാൽ അഹ്ളറല്ലാഹുൽ അൻഫുസ ശുഹ, ശുഹിന്റെ അടുക്കലേക്ക് നഫ്സിനെ എന്താക്കി? അല്ലാഹു തആല ഹാജരാക്കി എന്നാണ്. അവിടെ എന്താക്കി? മുതഅദ്ദിയാക്കി മജ്ഹൂലാക്കിയിട്ട് ബൗഹളിറത്തിൽ അൻഫുസു, നഫ്സുകളെ ഹാജരാക്കപ്പെട്ടു ശുഹിലേക്ക്. കേട്ടാ? വശുഹു എന്ന് പറഞ്ഞാൽ അൽ ബുഖുലു മഅ ഹിർസിൻ, അത്യാഗ്രഹം ഒരു ഭാഗത്തുണ്ട്, ബുഖൽ ഒരു ഭാഗത്തുണ്ട്. രണ്ടും കൂടെ കൂടുമ്പോൾ എന്താക്കി? അടുപ്പം കൂടി. അപ്പം വെറും ബുഖലാണെങ്കിൽ എന്തുകൊണ്ട് ശുഹ് എന്ന് പറയൂല? ശുഹ് കടുപ്പം കൂടി. അപ്പം എല്ലാ ശുഹിലും ബുഖലുണ്ട്, ബുഖലിലോ ശുഹ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഫഹുവ അഖസ്സു മിനൽ ബുഖൽ, അതാ ബുഖലിനേക്കാൾ അഖസ്സാണ്. അപ്പം എങ്ങനെ പറഞ്ഞു? മന്ദിക്കേറ്റ് പറഞ്ഞാൽ കൊല്ലു ശുഹിൻ ബുഖലുൻ, എല്ലാ ശുഹിലും ബുഖലുണ്ട്. എല്ലാ ഷയ്യും പോലീസാണ്, എല്ലാ പോലീസും മെസ്സേജ് ആയിക്കൊള്ളുന്നില്ല. ഏതാ അമ്മ, ഏതാ ഖാസ്? ഖാസ് അല്ല, എല്ലാത്തിലും ഉണ്ട് സ്ഥാനമാനങ്ങളൊക്കെ. അത് നമ്മൾ പറയുന്ന ഉദാഹരണമല്ലേ. മുപ്പത് അതിനാ ശരിയായ ഹല്ലാക്കല്ലേ. ഇവിടെ പറഞ്ഞില്ലേ, നഫ്സിന്റെ ശുഹ് ഒരാളെ കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ മുഫ്ലിഹുകളായി. عن الليث رضي الله عنه قال بلغني أن إبليس لقي نوحا عليه السلام, ഇബ്ലീസ് നൂഹ് അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. فقال له إبليس ورني يا نوح عليه السلام اتق الحسد والشح, ഹസദും ശുഹും നീ സൂക്ഷിച്ചോളണേന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ പിടികൂടി. ഫഇന്നി ഹസദ്തു ആദമ, ഞാൻ ആദം അലൈഹിസ്സലാമിനോട് ഹസദ് വെച്ച് ഫഖറജ്തു മിനൽ ജന്ന, അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഞാൻ എന്തായി? പുറത്തു പോണ്ടി വന്നു. പിന്നെ വശഹ ആദമു അലാ ഷജറത്തിൻ വാഹിദ മനഅഹ, ഒരു മരത്തിന് വിലങ്ങപ്പെട്ടിരുന്നു. വലാ തഖറബ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞില്ലേ, അവിടെ ശുഹട്ടിത് ഹത്താ ഖറജ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഓറും പുറത്തുപോയി. ഇനി وَإِن تُحْسِنُوا وَتَتَّقُوا فَإِنَّ اللَّهَ كَانَ بِمَا تَعْمَلُونَ خَبِيرًا. وَإِن تُحْسِنُوا, ആരോടാണ് ഖിതാബ്? അയ്യുഹൽ അസ്വാജ്,
അസ്വാജിനോടാണ്. ബിഇംസാകിഹിന്ന ബിൽ മഅറൂഫ്, അവരോട് മഅറൂഫോടുകൂടി അവിടെ നിലനിർത്തിക്കൊണ്ടു പോകണം. അതാണ് ഇവിടെ ഇഹ്സാൻ. ഫസ്ൽ മുഅശറത്ത്. വതത്തഖൂ, നിങ്ങൾ തഖ്വ ചെയ്യുകയാണെങ്കിൽ ദുൽമഹുന്ന, അവർക്ക് ദുൽമ ചെയ്യലിനെ കാത്തു സൂക്ഷിച്ച്. എങ്ങനെ ദുൽമ വന്നു? ബിൻ നുഷൂസ് വൽ ഇറാദ്. രണ്ട് പ്രശ്നം ആദ്യം പറഞ്ഞു. ഒന്നിക്ക് നുഷൂസ് അല്ലെങ്കിൽ ഇറാദ്. അപ്പൊ തഖ്വ എന്നുള്ളത് ആമ്മ ഓരോ മേഖലയിൽ അതാതിൻ്റെ അർത്ഥം വെക്കും. ചിലപ്പോൾ ഫീലുവാകാം അല്ലെങ്കിൽ തെർക്കുവാകാം. فإن الله كان بما تعملون خبيرا, അല്ലാഹു സുബ്ഹാനഹു വതആല ഖബീറാൻ ബിമാ തഅമലൂന മിനൽ ഇഹ്സാനി വത്തഖ്വ. ഏതാ ഇഹ്സാൻ തഖ്വ? വഇൻ തുഹ്സിനു വതത്തഖൂ എന്നല്ലേ നേരത്തെ പറഞ്ഞത്. സമസില്ല, അത് മനസ്സിലായില്ല. ഖബീറാണ്. ഖബീർ എന്ന് പറഞ്ഞാലോ അലീമൻ ബിഹി വബിൽ ഖർളി ഫീഹി. ആ ഇഹ്സാനും തഖ്വയും ചെയ്യുന്നത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നും അത് ചെയ്യുന്നത് എല്ലാം അല്ലാഹ്ക്കറിയാം. ദുരുദ്ദേശം വെച്ചുകൊണ്ടുമാകാം, അല്ലെങ്കിൽ പേടിച്ചിട്ടും ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാവാം. അതിൻ്റെ ഖർള്. അപ്പോൾ ഫയുജാസിക്കും വയസീബുക്കും അലൈഹി, അതനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം നൽകും, സവാബും നൽകും. റവിയ അന്ന റജുലൻ ദമീമൻ കാനത് ലഹു ഇംറഅത്തുൻ മൻ അജ്മലിൻ നിസായി. ഒരു വികലൻ വിരൂപിയായ ഒരു റജുൽ, കാണാൻ സൗന്ദര്യമൊന്നുമില്ലാത്ത അവർക്കെന്തായി ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അജ്മലുൻ നിസഅ, ഏറ്റവും വലിയ സൗന്ദര്യ. ഫനദറത് ഇലൈഹി യൗമൻ, ഒരു ദിവസം ഈ പെണ്ണുങ്ങൾ ആരെ നോക്കി? ഭർത്താവിനെ നോക്കി. ഫഖാലത്ത് അൽഹംദുലില്ലാഹ്. ഖാല സൗജ് ചോദിച്ച് മാലക്ക്, എന്താ നീ അൽഹംദുലില്ലാഹി പറഞ്ഞ, എന്തിനു? ഫഖാലത്ത് ഹമിദുല്ലാഹ അലാ അന്നി വഅന്നക മിൻ അഹ്ലിൽ ജന്ന, ഞാനും നിങ്ങളും സ്വർഗത്തിൻ്റെ അഹലുകാരാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പത്തൊന്നും കാര്യം കേൾക്കുന്നുണ്ടോ? നമ്മളെല്ലാം കേട്ടോണം. ഇങ്ങനെ പണിയെടുക്കുമ്പോൾ തന്നെ കാത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ, എന്നാൽ പണി അറിയുകയും ചെയ്യൂല, അൽഫനാകാവും. ചിലപ്പോൾ ഇപ്പോഴെല്ലാം മറന്നു നോക്കേണ്ടത് അബയ്യുടെയും ചെയ്യാല. എന്തുകൊണ്ട്? ലിയന്നക റുസിഖ്ത ഫശകർത, നിങ്ങൾക്ക് അല്ലാഹു തആല റിസ്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ശുക്ർ ചെയ്ത്. വറുസിഖ്തു മിസ്ലക ഫസബർതു, എന്താണ്? നിങ്ങളെ പോലാത്ത ആളാ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയപ്പോൾ ഞാൻ സബൂറും ചെയ്തു. മനസ്സിലായിട്ടില്ല? അപ്പം സുന്ദരിയായ ഒരു പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ ശുക്ർ ചെയ്ത്, പിന്നെ നിങ്ങളെ കണക്കത്തെ സുന്ദരമില്ലാത്ത ഒരാളെ എനിക്ക് ഞാൻ സബൂറും ചെയ്ത്. വഖദ് വഅദല്ലാഹു ബിൽ ജന്നത്തി ലിസ്സാബിരീന വശാകിരീൻ, സബൂർ ചെയ്താക്കും ശുക്ർ ചെയ്താക്കും അല്ലാഹു തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദുആ പാടാക്കിയ ഇതാ ബയ്യ പറയൂ. ഒരു ദുആ പാടാക്കിയ നമ്മൾ ഇടുന്നു ഓതിനല്ലോ. അതെ. വലൻ എന്ന് പറയപ്പെടുന്നത് വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും, നിസാഇൻ്റെ ഇടയിൽ ശരിയായ നീതി പുലർത്താൻ നിങ്ങൾക്കാവൂല എന്നാ പറഞ്ഞത്. എന്തെങ്കിലും കാരണത്താൽ ആരെ കൊണ്ടെങ്കിലും എന്താ ഒരു സിയാദത്ത് അങ്ങോട്ടേക്ക് വരും. ഐ മുഹാലുൻ, തസ്തതിഉ എന്ന് പറഞ്ഞാൽ സാധിക്കൂല, മുഹാലുൻ അൻ തഖ്ദിറു അലാ അൻ തഅദിലു വതുസവ്വു ബൈനഹുന്ന, സ്ത്രീകളുടെ ഇടയിൽ വളരെ സമമാക്കാനും പറ്റ നീതി പുലർത്താനും കയ്യിൽ മുഹാലാണ്. എങ്ങനെ? ബിഹൈസു ലാ യഖഉ മൈലുൻ ഇലാ ജാനിബി ഇഹ്ദാഹുന്ന അൽബത്ത, ആരെങ്കിലും ഒരു ഭാഗത്തെ തൂക്കം കൂടാതെ കണ്ട് നിൽക്കാൻ. അതുകൊണ്ടാണ് ലിദാലിക കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഖ്സിമു, തങ്ങളെന്താക്കും കഴിയുന്നത്ര നീതി പുലർത്തിയിട്ട് യഖ്സിമു ബൈന നിസാഇഹി ഫയഅദിലു സുമ്മ യഖൂലു അല്ലാഹുമ്മ ഹാദാ ഖസമി ഫീമാ അംലികു, എനിക്ക് ആവതാകുന്ന കാര്യത്തിലുള്ള കസ്മാണ് ഞാനിപ്പം ചെയ്തത്. വലാ തുആഖിദ്നി ഫീമാ തംലികു വലാ അംലികു, എനിക്ക് മിൽക്കാക്കാത്തതും നിനക്ക് മാത്രം കഴിയുന്നതുമായ കാര്യത്തിൽ എന്നാ ശിക്ഷിക്കരുതേ തങ്ങൾ പറഞ്ഞു. വഅറാദ ബിഹി തസ്മിയത ഫിൽ മഹബ്ബ, മഹബ്ബത്തിലുള്ള തസ്മിയത്താണ് ഇവിടെ തങ്ങൾ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട്? വക്കാന ലഹു ഫർതു മഹബ്ബത്തിൽ, ആയിഷ ബീബിയോട് കൂടുതൽ മഹബ്ബത്ത് ഉണ്ടായിരുന്നു. പല അവസാപ്പൂർക്കുണ്ട്. വലൗ ഹറസ്തും എന്ന് പറഞ്ഞാലോ ഐകാമത്തിൽ അദിലി വബാലഗതും ഫീ ദാലിക്,
നിങ്ങൾ അതിൽ എത്രമാത്രം ബെറിയനായാലുണ്ടല്ലോ, ഇറുസുണ്ടായാലും ആ വിഷയത്തിൽ നിങ്ങൾ അങ്ങേയറ്റം മുബാലക ചെയ്താലും എന്താക്കൂല, പൂർണ്ണമായ നീതി നടക്കൂല. അതുകൊണ്ട് തീരെ നടക്കൂല എന്നല്ല, അങ്ങനെ പിന്നെ തക്ലീഫ് ഉണ്ടാവില്ലല്ല. തീരെ നടക്കാത്തൊരു കാര്യമാണെങ്കിൽ തക്ലീഫിന്റെ പട്ടികയിൽ പെടൂലല്ലോ. ഫലാ തമീലു കുല്ലൽ മൈലി, അതുകൊണ്ട് എന്താക്കണം, കുല്ലൽ മൈലി ചായാൻ പാടില്ല. ഐ ഫലാ തജൂറു അലൽ മർഅത്തിൽ മർഗൂബി അൻഹ. മർഗൂബി അൻഹ ഏതാണ്? ഒഴിവാക്കപ്പെട്ടത്. ഫീഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്, മർഗൂബിൻ അൻഹ ഒഴിവാക്കപ്പെട്ടെ. അതാ ആ പെണ്ണിനെ നിങ്ങൾ ജൗറ് ചെയ്യാൻ പാടില്ല. കുല്ലൽ ജൗറ്, അങ്ങേയറ്റത്തെ നീതികേട്. വഅദിലു മസ്തതഅതും, നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി എന്താക്കണം, അതിൽ ചെയ്യണം എന്നാണ്. വഫിൽ ഹദീസിലുണ്ട് ഇസ്തഖീമു വലൻ തുഹ്സൂ, നിങ്ങൾ എന്താക്കണം, ഇസ്തിഖാമത്തോടെ നിൽക്കണം, പക്ഷെ പൂർണ്ണമായി ചാവൂല എന്ന്. ഐ ലൻ തസ്തതിഉ അൻ തസ്തഖീമു ഫീ കുല്ലി ഷൈഇൻ ഹത്താ തമീലു, ഒരു തരത്തിലുള്ള ചായലുമില്ലാത്ത രീതിയിൽ പൂർണ്ണമായ ഇസ്തിഖാമത്തിലേക്ക് നടക്കൂല. അപ്പം എന്താക്കും, കുല്ലൽ മേൽ ചാഞ്ഞാ ഫതദറൂഹ, അവളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്തിനെ? ഫലാ തത്റുക അല്ലതി മിൽതും അൻഹ, ആരെ തൊട്ടാണോ നിങ്ങൾ ചാഞ്ഞത് അവളെന്താക്കും, കൽ മുഅല്ലഖത്തിനെ പോലെയാക്കും. മുഅല്ലഖത്ത് എന്ന് പറഞ്ഞാൽ അവള് ബാണ്ണ് ഭർത്താവുണ്ടോ? ഭർത്താവില്ല. അപ്പോൾ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞാൽ മുഅല്ലഖത്തായി. വഹിയൽ മർഅത്തുല്ലത്തി ലൈസത് ബിദാതി സൗജിൻ, ഈ മുഅല്ലഖത്തിന്റെ മാനെന്താ? സൗജ് ഇല്ലാത്ത പെണ്ണിനാ പറയാ. വല മുത്തല്ലഖത്തു അല്ല, ഒരു പേരിന് ആളുണ്ട്. അപ്പൊ കാന്നഹ ഉല്ലഖത്ത് ഫിൽ ഫളാ, ആകാശത്തിൽ കെട്ടിത്തൂക്കിയ പെണ്ണിനെ മതി. ആകാശത്തിലല്ല, ഭൂമിയിലല്ല. കെട്ടിത്തൂക്കിയാൽ എന്താ? ആകാശത്തിൽ നിന്നും പറഞ്ഞുകൂടാ, ഭൂമിയിൽ നിന്നും പറഞ്ഞുകൂടാലോ. ബൈനൽ അർളി വസ്സമാഇ. വഫിൽ ഹദീസി മൻ കാനത് ലഹു ഇംറഅതാനി, ഒരാൾക്ക് രണ്ട് മർഅത്തുണ്ട്. ഫമാല ഇലാ ഇഹ്ദാഹുമാ, ഒന്നിലേക്ക് പറ്റങ്ങ് ചാഞ്ഞു. നജാഅ യൗമൽ ഖിയാമത്തി വഹദു ശിഖഹിമാ ഇലുൻ, ഖിയാമത്ത് നാളിൽ അയാൾ വരുമ്പോൾ അയാൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ടുണ്ടാകുക. കൊണ്ട് ചോറ് കൊണ്ടുപോകുന്ന കുട്ടീനെ മതിയാവുന്നു അറിഞ്ഞൂടെ? ഇനി വഇൻ തുസ്ലിഹു വതത്തഖൂ ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. വഇൻ തുസ്ലിഹു മാ കുൻതും തുഫ്സിദൂന മിൻ ഉമൂരിഹിന്ന. തുസ്ലിഹുവിൻ്റെ മഫ്ഊലല്ലേ പറയുന്നത്? തുസ്ലിഹുക്ക് എന്താകണം? ഒരു മഫ്ഊല് വേണം. മാ കുൻതും തുഫ്സിദൂന മിൻ ഉമൂരിഹിന്ന, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ഫസാദാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ എന്താക്കി? ഇസ്ലാഹാക്കി. വതത്തഖൂ എന്ന് വെച്ചാൽ അൽ മൈല ഫീമാ ഇസ്തക്മിലു, വരാൻ പോകുന്ന കാലത്ത് ഭാവി ജീവിതത്തിൽ മൈല് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, ഒഴിവാക്കുക. തിരിഞ്ഞില്ലേ? ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, അല്ലാഹു തആല ഗഫൂറുർ റഹീമാണ് എന്ന് പറഞ്ഞാൽ യഗ്ഫിറു ലക്കും മാ മളാ മിൻ മൈലിക്കും, നിങ്ങൾ മറ്റൊരു ഭാഗത്ത് ചാഞ്ഞു പോയല്ലോ, അതിൽ കഴിഞ്ഞു പോയത് അള്ളാഹു മാപ്പാക്കും. റഹീമ യതഫദ്ദലു അലൈക്കും ബിറഹ്മതിഹി, റഹ്മത്ത് കൊണ്ട് അള്ളാഹു തആല അനുഗ്രഹം ചെയ്യും. ഇനി വഇൻ യതഫറഖാ യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതിഹി വഇൻ യതഫറഖാ വഇൻ യുഫാരിഖു കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബഹു, അതായത് ഭാര്യ ഭർത്താവിനെയും ഒഴിച്ച് തിരിച്ചും ഒഴിച്ച് ഫിർഖത്താക്കിയാൽ ബി അല്ലം യത്തഫിഖ ബൈനഹുമാ വിഫാഖും ബിവജ്ഹിഹിമ, ഒരു നിലക്കും യോജിപ്പ് ആവാത്ത സ്ഥലത്തേക്കായി പറയും. ലാസ്റ്റ് അത് മിന സുൽഹി ഔ ഗൈരിഹി, ഒന്നിക്ക് സുൽഹി ഗൈറുണ്ടല്ല. എന്നാൽ അയ്യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതിഹി, അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരെ കനിഞ്ഞാക്കും. എന്താക്കും? ഓക്ക് ഓനെയും വേണ്ടാത്ത അവസ്ഥ ഉണ്ടാക്കും, തിരിച്ചോക്കും. അതാ യജ്അലുഹു മുസ്തഗ്നിയൻ അനിൽ ആഖിർ വയക്ഫിഹു മിൻ മുഹിമ്മാതിഹി, അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്ന ചുറ്റുപാടില്ലാതെ കണ്ട് അല്ലാഹു തആല ഗനിയാക്കും. മിൻ സഅതിഹി മിൻ ഗിനാഹി വ ഖുദ്റതിഹി, അല്ലാഹുവിൻ്റെ ഗിനയിൽ നിന്നും അതുപോലെ ഖുദ്റത്തിൽ നിന്നും. വഫീഹി സജ്റുൻ ലഹുമാൻ മുഫാറഖത്തി അഹദിഹിമാ റഗ്മൻ ലിസാഹിബിഹി, അപ്പോൾ രണ്ടാൾ പിരിയുകയാണെങ്കിൽ അല്ലാഹു ഗനിയാക്കും എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ആടെ ഒരു സജ്റുണ്ട്. എന്താ സജ്റ്? റഹ്മൻ ലിസാം, അതാ
യംബഗിൽ ഫിറാഖു ബൈനഹുമാ മിൻ കിലത്തരീഖൈനി കമാ യൂദിനു ബിദാലിക ഖുലു വൻ യതഫറഖാ ബിസിഗത്തി തസ്നിയ. മുഅബിൻ്റെ ശറഹെന്നത് എന്നുവെച്ചാലോ രണ്ടാളും പിരിഞ്ഞില്ല. അതായത് ഒരു ഭാഗത്തുനിന്ന് മാത്രം പിരിഞ്ഞാൽ എന്താക്കും, മറ്റോർ ഇങ്ങനെ പോയല്ലോ പോയല്ലോ പോയല്ലോ, തിരിച്ചായാലും പോയല്ലോ പോയല്ലോ എന്നുള്ള ദുഃഖം വേറെ നടക്കും. അപ്പം പിരിയൽ രണ്ട് ഭാഗത്തുനിന്ന് നോക്കണം. അതാണ്. അപ്പം എത്തഫറക്കാന്ന് തസ്നിയാക്കി പ്രയോഗിച്ചതിലാണെന്നുള്ളത്. പിരിയാണെങ്കിൽ രണ്ടാളും പിരിയണം. വകാന അല്ലാഹു വാസിഅൻ ഹകീമാ. വാസിഅൻ എന്ന് പറഞ്ഞാൽ മുഖ്തദിറൻ ഫി അഫ്ആലിഹി വ അഹ്കാമിഹി. അള്ളാഹുവിൻ്റെ അഫ്ആലിലാവട്ടെ അഹ്കാമിലാവട്ടെ അല്ലാഹു തആല ഏറ്റവും കഴിവുള്ളവനാണ്. വലഹു ഹിക്മത്തുൻ ബാലിഗത്തുൻ ഫീമാ യഹ്കുമു. വിധിക്കുന്ന വിഷയത്തിൽ ഹിക്മത്തും ബാലിഗത്തുണ്ട് അല്ലാഹുക്ക്. ഫഅലൽ മുഅ്മിനി, അതുകൊണ്ട് മുഅ്മിനിൻ്റെ കടമ എന്താണ്? തർക്കു ഹല്ലിൻ നഫ്സി, നഫ്സിൻ്റെ ഹല്ല് ഒഴിവാക്കുക. പിന്നെ വദ്ദൗറു മഅൽ അംറിൽ ഇലാഹി ഫീ ജുംലത്തി ഉമൂരിഹി വ അഹ്കാമിഹി. ഇലാഹിയായ അംറിനോടൊപ്പം അവൻ ഇങ്ങനെ കറങ്ങുക, അതിന് തവാഫ് ചെയ്യുക എന്ന് പറയാം. ഇതിൽ അള്ളാഹുവിൻ്റെ മുഴുവൻ അംറുകളിലും അഹ്കാമിലും. വൽ അമലു ഫീ ഹഖ്ഖിൻ നിസാഇ ബിഖൗലിഹി തആല ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. പോണ്ടില്ലേ അതാ. അപ്പം നിസായിൻ്റെ വിഷയത്തെ എന്താക്കുക, ഒന്നിക്ക് ഇംസാക്കും ബിമഅറൂഫ് വേണം, അല്ലെങ്കിൽ തസ്രീഹും ബിഇഹ്സാൻ വേണം. മുഅല്ലഖത്തായിട്ട് ഇട്ടാലൊന്നും പറ്റൂല, ഒക്കെ വേറെ വാങ്ങാനും കഴിയൂല. അതാ. വലിസ്തിഹ്ലാലു ഖബല അൻ യജീഅ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. ഒരു കച്ചവടമോ ഒരു സുഹൃത്ത് ബന്ധമോ ഇല്ലാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ് എന്താക്കണം, എല്ലാം പൊരുത്തപ്പെടിച്ചിട്ട് തീർത്തോളുക. قال ابن مسعود رضي الله عنه يؤخذ بيد العبد بالأمة فينصب على رؤوس الأولين والآخرين. ഒരു അബദിൻ്റെ കൈ പിടിക്കും, അല്ലെങ്കിൽ അമത്തിൻ്റെ. എന്നിട്ടോ ആദ്യം മുതൽ അവസാനം വേണ്ട ആളുകളുടെ ഇടയിൽ എന്താക്കും, അവരെ നാട്ടും, എല്ലാവരും കാണാൻ വേണ്ടി. എന്നിട്ടോ സുമ്മ യുനാദി മുനാദിൻ ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് വിളിച്ചു പറയും. ഫമൻ കാന ലഹു ഹഖ്ഖുൻ ഫൽയഅതി ഇലാ ഹഖ്ഖിഹി. ആർക്കെങ്കിലും ഇയാളെ വക്കൽ നിന്ന് ഹക്ക് കിട്ടാനുണ്ടെങ്കിൽ ഉടനെ വന്ന് വാങ്ങിക്കൊള്ളുക. ഫതഫറഹുൽ മർഅതു, അപ്പം പെണ്ണിന് സന്തോഷമുണ്ട്. അൻയകൂന ലഹൽ ഹഖ്ഖു അലാ ഇബ്നിഹാ ഔ അഖീഹാ ഔ അലാ അബീഹാ ഔ അലാ സൗജിഹാ. ഒരു പെണ്ണിൻ്റെ സന്തോഷം എന്താന്ന്, മകൻ്റെ വക്കിൽ നിന്ന് ഹക്ക് കിട്ടാനുണ്ടാകും, അഹിൻ്റെ വക്കിൽ നിന്ന് ഹക്ക് കിട്ടാനുണ്ടാകും, ഉപ്പാൻ്റെ വക്കിൽ നിന്ന് കിട്ടാനുണ്ടാകും, സൗജിൻ്റെ മേൽ നിന്ന് കിട്ടാനുണ്ടാകും. അപ്പം എന്തെങ്കിലും വാങ്ങിയിട്ട് കിട്ടുന്ന വാങ്ങിയിട്ട് പോകാലോ. അപ്പോൾ പെണ്ണിന് വല്ലാത്ത സന്തോഷം. സുമ്മ ഖറഅ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി ഫലാ അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാഅലൂൻ. അവരുടെ അവിടെ നസബൊന്നും നോക്കൂല. ഇന്നാളെ മോനല്ലേ, ഇന്നാളെ മക്കന് ഉപ്പയല്ലേ എന്ന് പറഞ്ഞിട്ട് നസബ് നോക്കില്ല. കാരണം ഹക്ക് കൊടുക്കുന്ന വിഷയത്തിൽ അവിടെ നസബില്ല, ആരുമില്ല. ഫയഖൂലു റബ്ബു തആല ആതി ഹഉലാഇ ഹുഖൂഖഹും. അവർക്ക് എന്താക്ക്, അവർക്ക് കൊടുക്കാനുള്ള ഹക്ക് കൊടുക്ക് എന്ന് പറയും. ഫയഖൂലു റബ്ബി ലസ്തു ഫിദ് ദുനിയ. ഇപ്പം ദുന്യാവിലല്ലോ പടച്ചോനെ. ഫമിൻ ഐന ഊതീഹിം. പിന്നെ ആരെടുന്ന അവിടുന്ന് കൊടുക്കേണ്ടത് എന്ന്. ഫയഖൂലു ലിൽ മലായികതി. മലായികത്തിനോട് അല്ലാഹു തആല പറയുന്നു, ഖുദൂ മിൻ അമാലിഹി സ്വാലിഹ. അവൻ്റെ സ്വാലിഹായ അമാൽ എടുത്തു കൊടുത്തേന്ന്. ഫഅതൗ കുല്ല ഇൻസാനിൻ മിൻഹും ബിഖദരി തലബത്തി. എത്രയാണോ ആവശ്യപ്പെടുന്നതനുസരിച്ച് എന്താക്കും, അവൻ ചെയ്ത ഖൈറാത്തെല്ലാം എടുത്തു കൊടുക്കും. ഇനി ഫഇൻ കാന വലിയ്യൻ ലില്ലാഹി. അള്ളാഹുവിൻ്റെ ഒരു വലിയാണ് എന്നൊക്കെ ഹക്ക് കൊടുക്കാനുള്ള ആൾ, ബാധ്യസ്ഥൻ. ഫളിലത്ത് മിൻ ഹസനാതിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഖൈരിൻ ളാഅഫഹ ഹത്താ ദഖല ബിഹൽ ജന്ന. അയാളിലെ ഹസനാത്തുണ്ട്. മുമ്പ് പറഞ്ഞില്ലേ റസൂൽമാല തൊടൂല. അപ്പോൾ ഹസനാത്തിൽ നിന്നെന്താക്കും, മിസ്കാല് ഹബ്ബത്ത് ഒരു കടുമണി തൂക്കുകയാണെങ്കിൽ അതിന് ഇരട്ടിയാക്കിയിട്ട് അയാളെ സ്വർഗത്തിൽ കിട്ടും. സുമ്മ ഖറഅ. പിന്നീട് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങൾ ഓതി ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറ. ഇത് നമുക്ക് കഴിഞ്ഞ ആയത്തുണ്ട്.
ഇന്നല്ലാഹ ലാ യസ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അലീമാ. യാത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇയാള് എന്താ അല്ലാഹു തആല പറയുന്നത്, ഒരു മിസ്ഖാൽ ദർറത്ത് പോലും അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ദുൽമുണ്ടാവൂല എന്ന്. ദർറത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൊണ്ട് ബാഹ്യനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയൊരു ഒരു ഒരു ആറ്റം. അത് എന്തിനാ ഉപയോഗിക്കല്? ഏത് ചെറുതായ സാധനത്തിനും എന്താക്കും, അത് ഉപയോഗിക്കും. മിസ്ഖാൽ ദർറ അപ്പം. അപ്പോൾ ഹസനത്താണെങ്കിൽ അതിനെന്താക്കും, അള്ളാഹു മുലാഫത്ത് ചെയ്തിട്ട് അവൻ്റെ വക്കൽ നിന്ന് അജ്റുൻ അലീം കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നേരത്തെ വൈൻകാന വലിയെന്നല്ലേ, വൈൻകാന അബ്ദൻ ഷഖിയ്യ, ഷഖിയ്യ ഒരു അബ്ദാണ്, കൊടുക്കാനൊന്നുമില്ല നോക്കാം. ഖാലത്തിൽ മലായികത്തു റബ്ബി ഫനിയത് ഹസനാതുഹു, റബ്ബേ അവൻ്റെ ഹസനാത്ത് തീർന്നു പോയിട്ടുണ്ട്. വബഖിയത് താലിബൂൻ, ആവശ്യക്കാരുടെ ബാക്കിയുമുണ്ട് എന്ന് പറഞ്ഞു. ഫയഖൂലു ലിൽ മലായികത്തിനോട് പറയും, ഖുദൂ മിൻ അഅമാലിഹിം മുസ്സയ്യിആ, ഇവരെ ഈ ചോദിക്കാൻ വന്ന അവകാശികളുണ്ടല്ലോ അവരുടെ സയ്യത്തായ അമാലെടുത്തിട്ട് ഫളീഫുഹാ ഇലാ സയ്യിആതി, ഇവൻ്റെ നേരത്തുള്ള സയ്യാത്തിലേക്ക് കൂട്ടിച്ചേർത്തോ എന്ന് പറയും. വസഖൂലഹു സക്കൻ ഇലന്നാർ, അത് നരകത്തിലേക്കുള്ള ഒരു ചെക്ക്, ഒരു ചീട്ട് എഴുതുക, ഇതാ ഇവൻ നരകത്തിലേക്കാണ്. അതുകൊണ്ട് ഫലാ ബുദ്ദ മിന തൗബത്തി വൽ ഇസ്തിഗ്ഫാർ വറുജൂഇ ഇലൽ മലിക്കിൽ ഗഫാർ, തൗബയും ഇസ്തിഗ്ഫാറും വളരെ അനിവാര്യമാണ്. മലിക്കുൽ ഗഫാറായ അല്ലാഹുവിലേക്കുള്ള റുജൂഉം വളരെ അനിവാര്യമാണ്. ഹുക്കിയ അന്ന അബാ മൻസൂർ ബിൻ സക്കീർ കാന റജുലൻ സാഹിദൻ സാലിഹൻ റളിയല്ലാഹു അൻഹു, അരെ അബൂ മൻസൂർ മൂപ്പര് സാഹിദായ റജുലാണ്, സാലിഹുമാണ്. ഫലമ്മാ ദനത്ത് വഫാത്തുഹു അക്സറൽ ബുക്കാ, വഫാത്തടുത്ത് വന്നപ്പോൾ ധാരാളമായി കരഞ്ഞു. ഫഖീല ലഹു, ചോദിച്ച ലീമ തബ്കി ഇൻദൽ മൗതി, മൗത്തിൻ്റെ നേരത്ത് നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഖാല അസ്ലുകു തരീഖൻ ലം അസ്ലുകുഹു ഖത്തു, ഞാൻ ഒരു വഴിയിലേക്ക് പോവുകയാണ്, അതിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. അങ്ങനത്തെ ഒരു വഴിയാണ്, അതിന് പോയാൽ മടങ്ങലുമില്ല. ഫലമ്മാ തൂഫിയ, അങ്ങനെ മൂപ്പർ വഫാത്തായപ്പോൾ റആഹു ഇബ്നുഹു ഫിൽ മനാമി ഫിൽ ലൈലത്തിർ റാബിഅ, നാലാമത്തെ രാത്രിയിൽ മകൻ മൂപ്പർ സ്വപ്നം കണ്ട്. വഖാല യാ അബതി മാ ഫഅലല്ലാഹു ബിക, ഉപ്പാ അല്ലാഹു തആല നിങ്ങൾക്ക് എന്താണ് ചെയ്തത്? വഖാല യാ ബുനയ്യ ഇന്നൽ അംറ അസ്അബു മിമ്മാ തറാ, കാര്യം നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭയങ്കര കടുപ്പാണ് കേട്ടോ. തറാന്ന് പറഞ്ഞാൽ കാണലല്ല, തതൊന്നു നമ്മൾ മനസ്സിലാക്കിയതിനേക്കാണ് വളരെ ഗൗരവമാണ്. ലഖീതു മലിക്കൻ ആദിലൻ ആദിലൽ ആദിലീൻ, ഏറ്റവും നീതി പുലർത്തുന്ന ആദിലായ ഒരു രാജാവിനെ കണ്ടുമുട്ടുന്നു. വറായിതു ഖുസമാ മുനാഖിസീന, അവകാശങ്ങൾ വിട്ടുകൊടുക്കാതെ കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന കുറേ എതിർകക്ഷികളും ഉണ്ട് അല്ലേ. ഫഖാല ലീ റബ്ബി, റബ്ബനോട് പറഞ്ഞു, യാ അബാ മൻസൂറേ ഖദ് അമ്മർതുക 70 സന, 70 കൊല്ലം ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയിട്ടുണ്ട്. ഫമാ മഅകൽ യൗം, ഇന്ന് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഫഖുൽതു യാ റബ്ബി ഹജ്ജത്തു 30 ഹജ്ജത്തൻ, 30 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്. വതസദ്ദഖ്തു ബി 40,000 ദിർഹം ബിയദി, എൻ്റെ കൈ കൊണ്ട് 40,000 ദിർഹം ഞാൻ സദഖ ചെയ്തിട്ടുണ്ട്. വഖസൗതു 40 ഗസ്വ, 40 യുദ്ധം നിന്റെ ദീനിൻ്റെ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. അവൻ മുമ്പ് ചെയ്താൽ പറഞ്ഞു. ഫഖാല ലം അഖ്ബൽ മിൻക, പക്ഷേ ഇതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല ഇല്ലേ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇദൻ ഖദ് ഹലക്തു, ഞാൻ ഹലാക്കായി പോയി. ഫഖാല അല്ലാഹു അസ്സ വജല്ല, പറയുന്നു, ലൈസ മിൻ കറമി അൻ ഉഅദ്ദിബ മിസ്ല ഹാദാ യാ അബാ മൻസൂർ, ഇപ്രകാരം അമൽ ചെയ്ത ഒരാളെ ശിക്ഷിക്കൽ എന്നുള്ളത് എൻ്റെ കറമിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമാ തദ്കുറുൽ യൗമൽ ഫുലാനിയ നഹൈതൽ ഹജറ വൽ അദാനി തരീഖി, ഇന്നാലിന്നൊരു ദിവസം ഓർമ്മയുണ്ടോ? വെളിയിൽ നിന്നെന്താക്കി നിങ്ങൾ കല്ല് മുള്ള് ശല്യമുണ്ടാക്കുന്ന സാധനം എടുത്തെറിഞ്ഞില്ലേ? പക്ഷെ നിങ്ങളെ കാഴ്ചയിൽ എന്തില്ല, അത് വലിയ അമലൊന്നുമല്ല. അത് മതി. വഴിയിൽ നിന്ന് നമ്മളിപ്പോൾ അതൊക്കെ നടന്നാൽ എന്തെങ്കിലും കായ്ത്തോലോ മുള്ളോ കണ്ടുമ്പം
വളരെ ഒന്നും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പറയും. എടുത്തിട്ട് അങ്ങാറ് നടക്കാത്ത സ്ഥലത്തോട്ട് പോയി ചടക്കും. കായ്ത്തൊല്ലം ചവിട്ടിയാൽ വീക്കിപ്പോകുന്ന സാധനമല്ലേ. ഇനി മുസ്ലിം, ഒരു മുസ്ലിം അതുകൊണ്ട് വെഴുതി വീകാതിരിക്കാനാണ്. തടഞ്ഞിട്ടല്ലോ. പക്ഷെ ബൈബിൾ ആരായാലും മതിയല്ല. അത് മുസ്ലിം പോകാൻ സാധ്യത ഉണ്ടായാൽ മതിയല്ല. ആ ചെറിയ അമല് കൊണ്ട് ഞാൻ എനിക്ക് റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. ഇഹ്സാൻ ചെയ്തവരുടെ പ്രവർത്തനം അജ്റ് ഞാൻ പാഴാക്കൂല. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ? തരീഖിനെ തൊട്ട് ശല്യം ചെയ്യുന്ന വസ്തുക്കളെ നീക്കൽ അല്ലാഹുവിന്റെ റഹ്മത്തും അവന്റെ മഗ്ഫിറത്തും കിട്ടാൻ കാരണമായില്ലേ? ജനങ്ങളെ തൊട്ട് അദാന ഒഴിവാക്കൽ എന്നുള്ളത് മഹ്ശറിന്റെ ദിവസത്തിൽ ആ തട്ടിയ മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് വളരെ അതിനേക്കാൾ വലുതായില്ലേ? മറ്റേത് ആരെങ്കിലും ഇരിക്കുമല്ല, അല്ല തീരെ നടന്നില്ല എന്നും വരാല്ല. ഖുസൂസൻ അതുമുൽ അദിയ്യത്തിൽ മുഅ്മിനി, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് അദിയ്യത്ത് ഇല്ലാതിരിക്കൽ. മറ്റേ നാസ പറഞ്ഞിരിക്കുന്നു. നാസതി ആരുണ്ട്? എല്ലാവരും ഉണ്ടാവും. പല അഞ്ഞക്കോ ഖുസൂസൻ അഹ്ലി വൽ അയാൽ, അതുപോലെ അഹ്ലി അയാലിന് ഖാസായിട്ട്. വൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി അഖ്റജഹു ശൈഖാനി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അവൻ്റെ ലിസാനിനെ തൊട്ടും അവൻ്റെ കയ്യിനെ തൊട്ടും മറ്റ് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും. അവൻ്റെ ദുൽമില്ല. അല്ലാഹുമ്മ ജഅൽനാ മിനൻ നാഫിഈൻ ആമീൻ ലാ മിനൽ ളാദ്ദീൻ ആമീൻ. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ്. എന്താ? മിനൽ മൗജൂദാത്ത് മാ കായിനം മാ കാൻ, എന്ത് മൗജൂദാത്ത് എല്ലാം അള്ളാഹുവിലാണ്. മിനൽ ഖലായിഖി വഅർസാഖിഹിം വഗൈരി ദാലിക് മാ കായിനം കാനം മിനൽ ഖലായിഖ്. പടപ്പുകൾപ്പെട്ട ആരായിക്കോട്ടെ, അപ്പോൾ ഇൻസുണ്ടാകാം, ജിന്നുണ്ടാകാം, മലക്കുകളുണ്ടാകാം, എന്തും പക്ഷികളുണ്ടാവാം. അതുപോലെ അർസാഖും അവരുടെ റിസ്ക്കുകളും ഗൈരി ദാലിക് എല്ലാം അള്ളാഹിൻ്റെ അധികാരത്തിലാണ്. അത് തീർന്നു. ഇനി പറയുന്ന ഏത് അത് ഇത് കൊടുത്തുകൊണ്ടില്ല, അത് ബാക്കിയുണ്ട് എന്ന് പറയും. തത്തിമ്മത്തുഹു വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെ വർദ്ധിച്ചാലാണ് ശരിയായ മുഹാജിർ. നാടുവിട്ടാളായി ആകണമെന്നില്ല. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നമ്മൾ ശക്തമായ ഭാഷയിൽ വസിയത്ത് പറഞ്ഞു. വസ്സന പ്രയോഗം കണ്ടാ? ആർക്ക്? നിങ്ങൾക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ട ഉമ്മത്തുണ്ടല്ലോ, തൗറാത്ത്. ഐ ഖദ് അമർനാഹും ഫീ കിതാബിഹിം, അവരുടെ കിതാബിൽ കൂടി നാം കൽപ്പിച്ചിട്ടുണ്ട്. വഹും ആരാണ്? ഊത്തുൽ കിതാബ അൽ യഹൂദ് വൻ നസാറ. അതുപോലെ മമൻ ഖബലഹും മിനൽ ഉമ്മം, അതിൻ്റെ മുമ്പുള്ള ഉമ്മത്തും. അപ്പം മിൻ ഖബലിക്കും ആമ്മ. പിന്നെ അതാ ഫിൽ കിതാബി. അപ്പോൾ വല്ലാമു ഫിൽ കിതാബ്, അൽ കിതാബിലുള്ള ലാമില്ലേ? ഊത്തുൽ കിതാബ് അൽ കിതാബ്. അൽ കിതാബിൻ്റെ ലാം എന്താണ്? ജിൻസിൻ്റെതാണ്. ജിൻസ് എന്ന് പറഞ്ഞാൽ കിതാബായ കിതാബ് ആർക്ക് കിട്ടിയാലും അത് ഖുറാൻ തന്നെ ആവണമെന്നില്ല. തൗറാത്തും ആവാം, ഇഞ്ചീലും ആകാം, എല്ലാം ഇലാഹിയായ കിതാബ് എല്ലാം പെട്ട്. അതാ യഹ്തനാവലുൽ കുതുബ സമാവി, സമാവിയായ കിതാബ് എല്ലാം അതിൽ പെടും. വഇയ്യാകും, നിങ്ങളോടും വസിയത്ത് പറയുന്നത് യാ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ ഉമ്മത്തിനെ വിളിച്ചിട്ട് പറയുന്നു ഈ കിതാബിലേക്ക്, നിങ്ങളെ കിതാബിലേത്? ഖുർആനിൽ എന്താ ഉള്ളത്? അനിത്തഖുല്ലാഹ്. ഇതാണ് ഐ ബി അനിത്തഖുല്ലാഹ ഐ അമർനാഹും വഇയ്യാകും ബിത്തഖ്വാ. നിങ്ങളോടും അവരോടും അല്ലാഹു തആല കൽപ്പിച്ച വസിയത്ത് ഏതാ? തഖ്വയാണ്. വഖുൽനാ ലഹും വലക്കും, നാം അവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്.
ഇൻ തക്ഫുറൂ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. നിങ്ങൾ കാഫിറാവുകയാണെങ്കിൽ, അവിശ്വസിക്കുകയാണെങ്കിൽ, ആകാശത്തിലും മുകളിലുള്ള അള്ളാഹിൻ്റെ അധികാരത്തിന് അള്ളാഹ്ക്ക് എന്തായാലും ഒരു കൂട്ടവും വരാനില്ല. അത് ഫഇന്നല്ലാഹ മാലിക്കുൽ മുൽക്കി കുല്ലു ലാ യതല്ലറു ബികുഫരിക്കും വമആശിക്കും. നിങ്ങളുടെ കുഫർ കൊണ്ടോ മാസിയത്ത് കൊണ്ടോ എന്തില്ല, അല്ലാഹു തആലക്ക് ഒരു പ്രശ്നവുമില്ല. കമാലാ യന്തഫി ബിശുക്രിക്കും വതഖ്വാക്കും. നിങ്ങൾ ശുക്ർ ചെയ്ത് തഖ്വ ചെയ്താൽ അല്ലാഹ്ക്ക് ഉപകാരമില്ല, ഒന്നും അറിയില്ല. വകാന അല്ലാഹു ഗനിയ്യൻ ഐ അനിൽ ഖൽഖി. പടപ്പുകളെ തൊട്ടും ഇബാദത്തിഹിം, അവർ ഇബാദത്തിനെ തൊട്ടും അല്ലാഹു തആല ഗനിയാണ്. ഹമീദൻ മഹമൂദൻ ഫി ദാതിഹി. അള്ളാഹിൻ്റെ ദാത്തിൽ തന്നെ അവൻ മഹമൂദാണ്. ഹമിദൂഹു ഔ ലം യഹ്മദൂഹു. ജനങ്ങൾ സ്തുതിക്കട്ടെ സ്തുതിക്കാതിരിക്കട്ടെ, സ്തുതിച്ചത് കൊണ്ട് അള്ളാഹ്ക്കൊന്നും നേർവില്ല, സ്തുതിച്ചില്ല എന്നിട്ട് ഒന്നും കുറയാനില്ല. വലില്ല, അത് അള്ളാഹുവിൻ്റെ ജലാലത്ത് പറഞ്ഞതാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. അതിപ്പോൾ ആവർത്തനമില്ലേ? അതിപ്പം നേരത്തെ പറഞ്ഞതിന് ആവർത്തനം തന്നെയല്ലേ? ഇൻ തക്ഫുറൂ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. 3 വട്ടം പറഞ്ഞിട്ടുണ്ട്. നോക്ക്, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. അതിൻ്റെ ഇപ്പുറം ഇൻ തക്ഫുറൂ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. 3-ാം നമ്പറോ വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ദക്കറഹു സാലിസൻ. എന്നാൽ ഇത് ഇങ്ങനെ 3 വട്ടത്തിൽ പറഞ്ഞ് ലിദ്ദലാലത്തി അലാ കൗനിഹി ഗനിയ്യൻ. അല്ലാഹു തആല ഗനിയാണ് എന്നതിന് നല്ലോണം അറിയിച്ചിട്ട് 3 വട്ടം പറഞ്ഞിട്ട് അങ്ങോട്ട് അറിയിക്കാൻ. ഇതാണ് ഫഇന്ന ജമീഅൽ മഖ്ലൂഖാതി തദില്ലു ബിഹാജത്തിഹാ ലാ ഗിനാഹു. മുഴുവൻ പടപ്പുകൾക്കും എന്തുണ്ട്? ഹാജത്ത്, ഇഫ്തിഖാർ എന്ന് പറഞ്ഞിട്ട് സ്വഭാവമുണ്ട്. എന്തിലേക്ക്? അല്ലാഹ് പഠിച്ച പടപ്പുകളിലേക്ക് പോലും, പടപ്പുകളിലേക്ക്. ഇതിനടുക്കുന്നൊരു കമ്പി കണ്ടത്തിനെ വഴങ്ങിയിട്ട് നമ്മൾ ഇരുട്ടത്തും കെട്ടി വന്നില്ലേ? പീസ് കെട്ടാനുള്ള കമ്പി കെട്ടിയില്ല. ഇത് പരത്താനുള്ള ടോർച്ചും കാണാത്തതുകൊണ്ട് എന്തായി? പീസ് കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കമ്പി കണ്ടത്തിനുണ്ട്, ഇരുട്ടത്തും കെട്ടി വന്നു. അപ്പം മനുഷ്യൻ്റെ ഫക്കീർത്തരം കണ്ട ആ ഫക്കീർത്തൻ തന്നെ അറിയിക്കുന്നത് ഖനിയാവറ്റ മറുവശത്തുണ്ട്. അത് നമ്മളെ ഇൽത്തിസാമിയായ ദലാലത്തെന്നാണ് പറയില്ല. ദലാലത്ത് 2-3 ജാതിയുണ്ട്. ഇങ്ങനെ തളമ്മനി എന്ന് പറയും, മുത്താബക്ക എന്ന് പറയും, ഇൽത്തിസാമി എന്ന് പറയും. മുത്താബക്ക എന്ന് പറഞ്ഞാൽ ഈ ദാലായ ലഫ്ദിൻ്റെ മുഴുവൻ ആ മറുവശത്തുണ്ടെങ്കിൽ എന്ത് പറയും? മുത്താബക്ക. തളമ്മനി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഭാഗം അതിലുണ്ട്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്നല്ല. ഉദാഹരണത്തിന് അയാൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ റുക്കൂ ഉണ്ട് എന്ന് അറിയുന്നില്ലേ? ഒരു നിസ്കാരം എന്ന് പറയാം, അതൊരു ലഫ്ദാണ്. അതിൻ്റെ മറുവശത്തുള്ള തക്ബീർ നമ്മൾ തുടങ്ങിയിട്ട് പല കൗലുകളും പല ഫീലും ഫാത്തിഹയും സൂറത്തും തസ്ബീഹും തഹ്ലീലും ജുലൂസും ഖുഊദും എല്ലാം അടങ്ങി. അതാണ് മുത്താബക്ക. പിന്നെ ഈ നിസ്കാരം എന്ന് പറയുമ്പോൾ റുക്കൂ ഉണ്ട് എന്നറിയൂലേ? അത് തളമ്മുനി എന്നാ പറയുക. കാരണം നിസ്കാരം എന്നതിൽ റുക്കൂ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അല്പഭാഗം എടുത്തു പറഞ്ഞു. എന്നല്ല അതിന് നേരെ അർത്ഥം വെക്കുമ്പോൾ എന്താ? കൊല്ല് പറഞ്ഞ് ജുസു മുറാദാക്കുമ്പോൾ മജാസായി മാറും. മജാസല്ല, കൊല്ല് പറഞ്ഞിട്ട് ജുസു മുറാദാക്കൂല്ലേ? യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം. അവർ ബെരലുകളെ വെക്കും ചെവിയിൽ. അതിന് ബെരൽ മുഴുവൻ ചെവി പോവോ? അപ്പം ബെരലിൻ്റെ കൊടിയേ പോവുള്ളൂ. അപ്പം കൊല്ല് പറഞ്ഞിട്ട് ജുസു മുറാദ്, അതിന് മജാസ് മുർസൽ എന്നാ പറയും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇതുണ്ട്. ഇപ്പം ചായ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഉണ്ട് എന്നറിയാൻ തലമുനിയാണ്. പാലുണ്ട്, പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്, എല്ലാം പറയിച്ചാൽ മുത്താവാക്കി. ഇൽത്തിസാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പറയുമ്പോൾ അതുണ്ട് എന്ന് ലാസിമായിട്ട് അറിയരുത്. അത് ശർഇയ്യ ലാസിമാകാം. കാരണം അയാൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒതുകൊണ്ട് എന്ന് ഇൽത്തിസാമി വരില്ലേ? ഈ ഒതുവിൻ്റെ വാക്കിലില്ലെങ്കിലും അത് ശർഇയ്യ ലാസിമാണ്. അക്കിരണ്ട് ലാസിമുണ്ട്. സൂര്യൻ ഉദിച്ച് എന്ന് പറഞ്ഞാൽ വെയിലുണ്ടായി എന്ന് പറയാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇൽത്തിസാമിയാണ്. ഇവിടെ ഇൽത്തിസാമിയാണ്. മനുഷ്യർക്ക് ഹാജത്ത് എന്നതുണ്ടോ എന്നാം അറുവശത്ത് അള്ളാഹിൻ്റെ ഖിനൻ്റെ മേലെ അറിയിച്ചിരിക്കും. വബിമാ അഫാലല്ലാഹു അലൈഹ. എന്നിട്ടോ മഖ്ലൂഖാത്തിൻ്റെ മേലിന് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുത്ത ഒന്നുകൊണ്ട് മിനൽ വുജൂദി, വുജൂദിനാലും അൻമാൽ ഖസായിസ് വൽ കമാലാത്ത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിനെ വുജൂദിനെ പൂർണ്ണമാക്കുന്ന കാര്യങ്ങളും ചില ഖസായിസുകളുണ്ട്.
അതെല്ലാം ചൊരിഞ്ഞു കൊടുത്തപ്പോൾ അറിയിച്ച അലാ കൗനിഹി ഹമീദൻ, അല്ലാഹു തആല ഹമീദാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പടച്ചിട്ട് വെറുതെ അളക്കിയിട്ട് അങ്ങ് കരൂരി ഇവിടെ അല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ഫലാ തക്റാറ, ഇവിടെ ആവർത്തനം എന്നൊരു സാധനം ഇല്ല, ഓരോന്നും ദലാലത്ത് മാറ്റി. അതുകൊണ്ട് ഫഇന്ന കുല്ല വാഹിദിൻ മിൻ ഹാദിഹിൽ അൽഫാദി, ഈ അൽഫാദിൽപ്പെട്ട ഓരോന്നും മഖ്റൂനത്തുൻ ബിഫായിദത്തിൻ ജദീദത്തിൻ, ഓരോ ഫായിദയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആവർത്തനം ഇല്ല. ഇനി ആവർത്തനം ഉണ്ടായാൽ തന്നെ എന്താ തൗക്കീദ്? യദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ 7 വട്ടം പറയുന്നില്ലേ, മറ്റദ്കാർ 3 വട്ടം പറയുന്നില്ലേ. വഖഫാ ബില്ലാഹി വകീല, അല്ലാഹു തആല വക്കീലായിട്ട് മതി ഫീ തദ്ബീരി ഉമൂരിൽ കുല്ലി, എല്ലാവരുടെ കാര്യവും നിയന്ത്രിക്കാനും. അതുകൊണ്ട് ഫലാ ബുദ്ദ യതവക്കല അലൈഹി, അല്ലാഹുവിന്റെ പേരിൽ തവക്കുലാക്കൽ അനിവാര്യമാകുന്നു. ഇനി പറയാം, അള്ളാഹുവിൻ്റെ ഒരു അളമത്ത് കുദ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. വന്നടങ്ങ് നിങ്ങളങ്ങോട്ട് പോക്കുക, ആരും വേണ്ട. എന്നിട്ടോ എല്ലാം കാര്യമാക്കിയതിന് ശേഷം പുതിയൊരു തലമുറയെ വീണ്ടും പടക്കുക. അത് അള്ളാഹ്ക്ക് ഇത്ര പ്രയാസമുള്ളതൊന്നല്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ യുദ്ഹിബുക്കും, നിങ്ങളെ അള്ളാഹു പോക്കും. ജനങ്ങളെ യുഫ്നിക്കും വയസ്തഗ്സിൽക്കും ബിൽ മർറ, ഒറ്റടിക്കെന്താക്കും, ഉന്മൂലനം ചെയ്തളയും. മറ്റോ വയഅതി ബിആഖരീൻ, വേറെ ഒരു തലമുറയെ കൊണ്ടുവരും. യൂജിദു മക്കാനക്കും ഖൗമൻ ആഖരീൻ, ഒരു ഖൗമിനെ കൊണ്ടുവരും. മിനൽ ബശർ, ഒന്നിക്ക് മനുഷ്യനാവാം. ഔ ഖൽഖൻ ആഖരീന മക്കാനുൽ ഇൻസി, മനുഷ്യനിക്ക് പകരമായിട്ട് വേറെ ഖൽഖും ആവാം. എന്നുവെച്ചാലോ യഅനി അന്ന ഇബ്ഖാഅക്കും അലാ മാ അൻതും അലൈഹി മിനൽ നസിയാൻ ഇന്നമാ ഹുവ ലികമാലി ഗിനാഹു അൻ ത്വാഅതിക്കും, നിങ്ങൾ മഅസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളെ ബാക്കിയാക്കുന്നില്ലേ, അത് അന്ന് അവൻ്റെ ഖിനാൻ്റെ കമാല് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ താഴത്ത് വേണ്ട, മഅസിയത്തിൽ നിങ്ങളിത്തുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് തരുന്നില്ലേ, ബാക്കിയാക്കുന്നില്ലേ. അപ്പോൾ നിങ്ങളെ താഴത്ത് എനിക്ക് ആവശ്യമില്ല എന്നാണ്. എന്നിട്ട് ലാലി അജ്ദിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല നിങ്ങളുടെ മുമ്പിൽ തോറ്റത് കൊണ്ടൊന്നുമല്ല. ഫഫീഹി തഹദീദുൽ ലിൽ ഉസാത്ത്, ദോഷികളായ ആളുകൾക്കുള്ള ഒരു ഞെട്ടിക്കലാണ് ഈ വാക്ക്. യുദ്ഹിബുക്കും അയ്യുഹന്നാസ് വയഅതി ബിആഖരീൻ വകാന അല്ലാഹു അലാ ദാലിക ഖദീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം ഖദീറായവൻ തന്നെയാണ്. എന്താ അലാ ദാലിക എന്നാണ്? ഇഫ്നാഇക്കും ബിൽ മർറ, ഒറ്റടിക്ക് നിങ്ങളെ നശിപ്പിക്കുക. വഈജാദി ആഖരീന ദഫഅത്തൻ ബിമകാനക്കും, ഒറ്റടിക്ക് പുതിയ തലമുറയെ കൊണ്ടുവരികയും ചെയ്യാം. അല്ലാഹു തആല ഖദീറാണ്. ഖദീർ എന്നുള്ളത് എന്താണ്? ഫഈൽ വസ്നാണ്. ഫഈൽ വസ്ന എന്തിനാണ്? മുബാലഗക്കാണ്. അതായത് അസൽ അർത്ഥത്തിനേക്കാണ് കൂടുതൽ എന്തെങ്കിലും മഹിമ ഉണ്ടാവും. അത് അബ്ബലീഗുൽ ഖദ്ർ, ലാ യുഅ്ജിസുഹു മുറാദുൻ, അള്ളാഹു ഉദ്ദേശിച്ച ഒന്നും അവനെ എന്താക്കൂല, പരാജയപ്പെടുത്തൂല. അതുകൊണ്ട് ഫാത്തിഉല്ലാഹ വത്തഖൂ ഇഖാബഹു, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അവൻ്റെ ഇഖാബിനെ പേടിക്കണം. വൽ ആയത്തു തദുല്ലു അലാ കമാലി ഖുദ്റതിഹി, അള്ളാഹു തആലാന്റെ കമാലായ കാമിലായ അക്മലായ ഖുദ്റത്തിൻ്റെ മേലെന്താക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. ഹൈസു ലാ യുആഖിദു അലൽ അജ്ല, പെട്ടെന്ന് ദോഷം ചെയ്ത ഉടനെ പിടികൂടലി അവിടെ ചെയ്യുന്നില്ല. വഫിൽ ഹദീസി ലാ അഹദുൻ അസ്ബറ അലാ അദാ സമീഅഹു മിനല്ലാഹ്, ലാ അഹദുൻ, ആരും ഉണ്ടാകില്ല എന്തിന്, കേട്ട ഒരു അതനെ സബൂറാക്കുന്നത്. ആരേക്കാൾ? മിനല്ലാഹി, അള്ളാഹിൻ്റെ പക്കന്ന് കേട്ടുന്നല്ല, മിനല്ലാഹിൻ്റെ താലൂക്കടുത്തേക്ക് അസ്ബറ. അതായത് അള്ളാഹിനെ പറ്റി എന്തെല്ലോ കുരുത്തക്കേട് പറഞ്ഞാലും പെട്ടെന്ന് ശിക്ഷിക്കാതെ കണ്ടെന്താക്കുന്നത്, അത് കേട്ട്. അപ്പം അള്ളാഹിനാക്കാണ് സബർ കൂടിയ ഒരുത്തനില്ല, മിനല്ലാഹി. അപ്പം മിന്നെ താലൂക്കടുത്തേക്ക് അസ്ബറ, ഇതിനാണ് സമീഅഹുലേക്ക് കൊടുത്തുകൂടാ. അപ്പം സമീഅ കൊടുത്താൽ എന്തായാലും അള്ളാഹിൻ്റെ വക്കൽ നിന്ന് കേട്ട അതാണ്. അള്ളാഹിനൊക്കെ അതാ കേൾക്കൂലല്ലോ ഇനി. അതാ ഇന്നഹും യുശ്രികൂന ബിഹി, അള്ളാഹിനെ കൊണ്ട് ശിർക്ക് വെക്കുന്നു. വയജഅലൂന ലഹുൽ വലദ, അല്ലാഹു തആലാക്ക് മക്കളുണ്ട് എന്ന് പറയുന്നു.
എന്നിട്ടോ സുമ്മഹുവ യുആഫീഹിം വയർസുഖുഹും, എന്നിട്ട് അല്ലാഹു തആല അവർക്ക് ആഫിയത്തും കൊടുക്കുന്നു, റിസ്ക്കും കൊടുക്കുന്നുണ്ടല്ലോ. യാനി യഖൂലു ബഅ്ദുഹും, ചിലർ പറയുന്നത്, അപ്പം ചോദിക്കൂ, അദൻ സമിഅഹു എന്ന് ഒത്തിട്ടില്ലല്ലോ ഇവിടെ. നമ്മളെ ഹദീസിൽ എന്താ അദൻ സമിഅഹു എന്നല്ല, കേട്ട അതാണ്. അപ്പോ അവര് അള്ളാഹിനെ കൊണ്ട് ശിർക്ക് വെച്ച കേട്ട, കേട്ടിട്ടില്ലല്ലോ. അതിന് മൂപ്പർ കേട്ടതിലേക്ക് തഅ്വീൽ കൊടുക്കുന്നു. യാനി യഖൂലു ബഅ്ദുഹും, ചിലർ പറയും, ഇന്നലഹു ശരീകൻ ഫീ മുൽക്കിഹി, മുൽക്കിൽ ശരീക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കൂലേ? അതാണ് സമീഅഹു മൂപ്പർ തഅ്വീൽ കൊടുത്തത്. അത് എന്നിട്ടോ വയൻസബു ലഹു വലദൻ, വലതുണ്ട് എന്നും പറയുന്നില്ലേ? സുമ്മല്ലാഹു യുഅതിഹി മിൻ അൻബാഇൻ നിഅമി, എന്നിട്ടോ ധാരാളം നിഅമത്ത് കൊടുക്കുന്നു, മിനൽ ആഫിയത്തി വൽറിസ്ഖി വഗൈരിഹിമാ, ആഫിയത്തും കൊടുക്കുന്നുണ്ട്, റിസ്ഖും കൊടുക്കുന്നുണ്ട്. ഫഹാദാ കറമുഹു വമുആമലതുഹു മഅ മൻ യുഅദീഹി, അള്ളാഹുവിന് ആ ശല്യം ചെയ്യുന്ന വാക്കുകൾ പറയുന്ന, അതൊക്കെ അള്ളാഹ് ഹഖീഖത്തും ശല്യം ഇല്ലേ, പക്ഷെ അള്ളാഹിന്റെ സ്ഥാനത്ത് വേറെ ആളാ സങ്കല്പിച്ച് നോക്കിയാൽ ശല്യം ചെയ്യലിന്റെ ശൈനായ വാക്കുകൾ അർത്ഥം. അപ്പോൾ അള്ളാഹിനെ സ്തുതിക്കുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരാളോടൊരു മുആമല എന്താന്നാ നീ മനസ്സിലാക്കുന്നു? ഇതുണ്ടാ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുകൊണ്ട് അള്ളാഹിനെ പുകഴ്ത്തുന്നു. അപ്പോൾ ശരീക്കുണ്ട്, വലതുണ്ട് എന്ന് പറയുന്ന ഈ കുരുത്തംകെട്ട വിഭാഗത്തിനോട് അള്ളാഹിന്റെ മുആമല ഇങ്ങനെയാണെങ്കിൽ പിന്നെ സുബ്ഹാനല്ലാഹി എന്നോട് എന്തായിരിക്കും? ഖാല ഇബ്നു അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിത്തഖ്വാ ലാഹിറുൻ വബാത്തിനുൻ, തഖ്വാക്ക് ലാഹിറുണ്ട്, ബാത്തിനുണ്ട്, ഉള്ളുണ്ട്, പുറമുണ്ട്. ഫലാഹിറുഹാ ഹിഫ്ളു ഹുദൂദിശ് ശർഇ, ലാഹിറായ തഖ്വ എന്താ? ശർഇന്റെ ഹദ്ദുകളെല്ലാം കാത്തു സൂക്ഷിക്കല, ഏകിയതും വിലങ്ങിയതും. വബാത്തിനുഹാ, തഖ്വാന്റെ ബാത്തിൻ എന്താണ്? അൽ ഇഖ്ലാസു ഫിന്നിയ്യ, നിയ്യത്തിലുള്ള ഇഖ്ലാസാണ്. അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. വഹഖീഖത്തു തഖ്വ, തഖ്വാന്റെ ഹഖീഖത്ത് എന്താണ്? അൽ ഇഹ്റാദു അനിദ് ദുനിയാ, ദുനിയാവിനെ അവഗണിക്കലും, വൽ ഇഖ്ബാലു വത്തവജ്ജുഹു ലിൽ ഹദ്റത്തിൽ ഉല്യാ, അല്ലാഹുവിന്റെ ഉന്നതമായ ഹദ്റത്തിലേക്കുള്ള ഇഖ്ബാലും തവജ്ജുഹുമാണ്. ഫമൻ വസല ഇലൈഹി, അതിലേക്ക് ഒരാളെത്തിയോ, ഫഖദ് സ്വാറ ഹുർറൻ അൻ ദുഖിയത്തിൽ ഖൗനൈൻ, അപ്പോൾ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് മോചിതനായ ഹുറാണ് അവൻ. വഅബദ ലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖാലിസായ അബദുമാണ്. വളരെ വ്യക്തമല്ലേ? അത് സിക്കന്ദരിയായിട്ടില്ല. മൻ കാന യുരീദു സവാബദ് ദുനിയാ ഫഇൻദല്ലാഹി സവാബുദ് ദുനിയാ വൽ ആഖിറ, ഒരാള് ദുനിയാവിലെ സവാബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആരങ്ങനെ ഉദ്ദേശിക്കുന്നത്? അൽ മുജാഹിദി യുരീദു ബി മുജാഹദത്തിഹിൽ ഗനീമത, ഒരു ജിഹാദിന് പോകുന്ന ഒരാൾ മുജാഹദ കൊണ്ട് ഉദ്ദേശിച്ചത് ഗനീമത്താന്ന് നോക്കാം. അപ്പം സവാബു ദുനിയ ഇല്ലേ? ഫഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്ക സവാബു ദുനിയ രണ്ടും ഉണ്ട്. അതോട് ഫഇൻദഹു തആല സവാബുഹുമാ ഇൻ അറാദഹു, രണ്ടും കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹ് കൊടുക്കാൻ കഴിയും. അപ്പം ദുനിയാവിനെ മാത്രം കൽപ്പിക്കുന്നതിന് ഫമാലഹു യത്ലുബു അഖസ്സഹുമാ, ഈ രണ്ട് കാര്യത്തിൽ താണതിനെന്തിനാ തേടുന്നത് എന്നാ ചോദ്യം. രണ്ടും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഫൽ യത്ലുബുഹുമാ, അല്ല രണ്ടും തേടിക്കും അള്ളാഹിനെ വെക്കുന്നു. അവൽ യത്ലുബിൽ അഷ്റഫ മിൻഹുമാ, അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് അഷ്റഫിനെ തേടിക്കും. മൂന്നല്ലേ? മൂന്ന് ഹിത്തിമാലുണ്ടാണ്. ദുനിയാവിനെ തേടും, ആഖിറത്തിനെ തേടും, രണ്ടും കൂടി തേടും. അതിന് മാത്രമല്ല, അതിനൊക്കെ നാലാമത്തൊന്നുണ്ട്. രണ്ടിനെയും വേണ്ട, അള്ളാഹ് റിദ്വാനെ മാത്രം തേടും. രണ്ടിലേക്ക് ഇൽത്തിഫാത്തില്ല, 4 ഇഹ്തിമാലുണ്ട്. അപ്പൊ തേട്ടം ഇവിടെ ഒന്നും ഏതെങ്കിലും ഒന്നുമല്ല വന്നപ്പോഴാണ് അത് പറയേണ്ടി വന്നത്. ഫഇന്നമൻ ജാഹദ ഖാലിസൻ ലിവജ്ഹില്ലാഹി തആല, അല്ലാഹു തആലയുടെ വജ്ഹിന് ഖാലിസായിക്കൊണ്ട് ജിഹാദ് ചെയ്താലും ലം തുഖ്തിഉൽ ഗനീമത്ത്, നഷ്ടപ്പെടുന്നില്ലല്ലോ. ഗനീമത്ത് കിട്ടുന്നില്ലേ? പിന്നെ എന്തിനാ ലക്ഷ്യം വെക്കുന്നത്? കഖൗലിഹി തആല, അത് അല്ലാഹുവിന്റെ ഒരു കൗല് പോലെയാണ്. മറ്റൊരു കൗല്
من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. നമ്മൾ ഓതി വരുന്ന ആയത്തിൻ്റെ ബാക്കിയല്ലത്, അതിന് തത്തുല്യമായ അർത്ഥമുള്ള വേറെ ആയത്ത്. ഹർസുൽ ആഖിറയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അത് നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ല ഹർസ ദുന്യാണ് ഉദ്ദേശിച്ചതെങ്കിലോ അതിൽ നിന്ന് കൊടുക്കും. അവിടെ വർദ്ധിപ്പിക്കലില്ലേ, കാരണം അടുത്ത് പിരിയൂലേ. ആഖിറത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ ആശയത്തിനോട് ഒക്കുന്നുണ്ട് ഇത്. ഇനി നമ്മൾ ആയത്തിൻ്റെ ബാക്കി വകാന അല്ലാഹു സമീഅൻ ബസീറാ ആലിമൻ ബിജമീഇൽ മസ്മൂആത്തി വൽ മുബ്സറാത്തി. എന്താ സമീഅൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഇത് ആലിമൻ ബിജമീഇൽ മസ്മൂആത്ത്. ബസീറിൻ്റെ മാനിയാണ് ജമീഉൽ മുബ്സറാത്ത്. ആരിഫൻ ബിൽ അഗ്റാദി, ഓരോരുത്തരുടെയും ഖറൽ എന്താണെന്ന് അല്ലാഹ്ക്കറിയാം. വമാ യത്ലുബൂന മിനൽ ജിഹാദിനാൽ അവർ തേടുന്ന കാര്യം എന്താണെന്നറിയാം. വഫിൽ ആയത്തി തഹ്ദീദുൽ ലിൽ മുനാഫിഖീനൽ മുറാഈൻ, മുനാഫിഖീങ്ങളും അതുപോലെ മുറായിങ്ങളിലെ റിയാ കാണിക്കുന്ന ആളുകൾക്കുമുള്ള ഒരു താക്കീത് ആയത്തിലുണ്ട്. വഫിൽ ഹദീസിലുണ്ട് ലമ്മാ ഖലഖല്ലാഹു തആല ജന്നത അദ്ൻ, അല്ലാഹു തആല സ്വർഗ്ഗം പടച്ചു. خلق فيها ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. സർവത്തിൻ്റെ റെസ്പോണല്ലോ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും മനസ്സിൽ ഊഹിക്ക പോലും ചെയ്തിട്ടില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. സുമ്മക്കാല ലഹ, പിന്നെ അതിനോട് അല്ലാഹു തആല പറഞ്ഞ് ജന്നത്തിനോട് തകല്ലമീ, നീ സംസാരിച്ചോ. ഫഖാലത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞു. എല്ലാ മുഅ്മിനീങ്ങളും വിജയിച്ചു. സലാസൻ, 3 വട്ടം പറഞ്ഞു. സുമ്മ ഖാലത് ഇന്നി ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ മുറായിൻ, ഞാൻ ഹറാമാണ്, എന്നെ കിട്ടൂല എന്നർത്ഥം. അലാ കുല്ലി ബഖീലിൻ മുറായിൻ, ബുഖലുള്ള അതുപോലെ റിയാ കാട്ടുന്ന, അമല് കൊണ്ട് റിയാ കാട്ടുന്ന അവനിക്ക് ഞാൻ ഹറാമാണ് എന്ന് വെച്ചാലോ എൻ്റെ അനുഗ്രഹം കിട്ടൂല. فينبغي للمؤمن مؤمن അനിവാര്യമാണ് അൻ യഹ്തരിസ മിന റിയാഇനെ തൊട്ട് കാത്തു സൂക്ഷിക്കണം. വയസ്അ ഫീ തഹ്സീലിൽ ഇഖ്ലാസ് ഫിൽ അമൽ, അമലിലുള്ള ഇഖ്ലാസ് കിട്ടാൻ ശ്രമിക്കണം. വഹുവ അല്ലാ യുരീദ ബി അമലിഹി സിവല്ലാഹി തആല, എത്രയോ പറഞ്ഞാൽ ഇഖ്ലാസിൻ്റെ മഅന അവൻ്റെ അമല് കൊണ്ട് അല്ലാഹു അല്ലാത്ത ഖൈറിനെ ഉദ്ദേശിക്കാൻ പാടില്ല. അല്ലാഹനെ തന്നെ അത്, അതായത് സൽബി കൊണ്ടാണ് താരീഫ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെയും പറഞ്ഞങ്ങനല്ലേ, അഖ്ലിസ് വദാ അല്ലാ തുരീദ, അന്തുരീദ എന്നല്ല, അല്ലാ തുരീദ, ഉദ്ദേശിക്കാണ്ടിരിക്കലാണ്. അപ്പം എത്ര ഹിറ്റുമാല് വന്ന് അള്ളാഹിനെ ഉദ്ദേശിക്കും, ഖൈറിനെ ഉദ്ദേശിക്കും, രണ്ടും കൂടെ കൂട്ടിക്കലർത്തും, ഒന്നും ഉദ്ദേശിക്കാണ്ട് നിൽക്കും. അപ്പം ഏതെല്ലാം രണ്ടെണ്ണം ഉള്ളിലുണ്ട്. ഏത്? അള്ളാഹിനെ ഉദ്ദേശിച്ചത് ഖൈറ് ഇല്ലയെന്ന് പറയാല, മറ്റൊന്നോ ഒന്നും ഉദ്ദേശിച്ച മുത്തലക്കും പറയാല, രണ്ടെണ്ണം കഴിയും, മറ്റേ 2 പുറത്തും പോയി. അതൊക്കെ നമ്മൾ അതൊക്കെ ഓതുമ്പോൾ വിശാലമായിട്ട് ഇനി അങ്ങനത്തെ ഒരു ഓത്ത് ലോകത്തില്ല. അപ്പം